ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 ഇപ്പോൾ അടുത്ത് റിലീസായിട്ടുള്ള ഒരു അടിപൊളി തെലുങ്ക് ത്രില്ലർ മൂവിയാണ്. കഥയുടെ പേര് ഭാമ കലാപം 2. ഒരിക്കലും നിങ്ങൾ മിസ്സാക്കാൻ പാടില്ലാത്ത ആവശ്യത്തിൽ കൂടുതൽ ട്വിസ്റ്റുകളുള്ള കഥയാണിത്. കഥയെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാരും നിങ്ങൾക്ക് വേണ്ടി അടിപൊളി കഥകൾ തേടി കണ്ടുപിടിക്കാൻ ഒരു മോട്ടിവേഷനായിട്ട് എനിക്ക് ആകെ ചെയ്തു തരേണ്ടത് ഈ ഒരു വീഡിയോയ്ക്ക് ഇപ്പൊ തന്നെ നിങ്ങൾ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യില്ലേ. വീഡിയോ കണ്ടു കഴിഞ്ഞ് കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇതുപോലെ കഥകൾ കാണുമെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. ഈ കഥയുടെ ആരംഭത്തില് ഒരു രക്തം പുരണ്ട ഫോണിലേക്ക് ഒരാൾ കോൾ ചെയ്യുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഈ കഥയിലെ നായികയായ അനുപമയുടെ ഹസ്ബൻഡാണ്. എന്നാൽ അനുവിന്റെ നെറ്റിയില് ഗണ്ണ് ചൂണ്ടിയിട്ട് ഒരുത്തൻ ചോദിക്കുന്നുണ്ട്, നീ ആരാടേ? വല്ല ഗ്യാങ്സ്റ്ററോ പോലീസുകാരിയോ? സത്യം പറ. അപ്പോൾ അനു പറയുന്നുണ്ട്, ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. അടുത്ത സീനില് നമ്മുടെ നായികയായ അനുവിന് എന്താണ് സംഭവിച്ചത്, അനുവിന്റെ ലൈഫിലെ ആ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഈ ഒരു ഭാമകലാപം എന്ന കഥയുടെ ആദ്യത്തെ ഭാഗം കണ്ട ആളുകൾക്കറിയാം, നമ്മുടെ അനു ആണെങ്കിൽ ആരുടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നത്തില് അവള് കൊണ്ടുപോയിട്ട് തലയിടും. അവസാനം അത് ചിലപ്പോൾ വലിയ പുലിവാലാവും ചെയ്യും. ഇനിയും അനു അതുപോലെ തന്നെ പെരുമാറിയാലോ? അപ്പൊ ഹസ്ബൻഡ് അവളോട് പറയുന്നുണ്ട്, നിന്റെ പഴയ ആ ശീലങ്ങളില്ലേ അതിവിടെ വെച്ചിട്ട് ഒരു പുതിയ ഭാര്യയായിട്ട് നീ എന്റെ കൂടെ വരില്ലേ? കാരണം നമ്മളിനി പുതിയ വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പൊ അനു പറയുന്നുണ്ട്, ഇതുവരെ എന്റെ ഭാഗത്ത് ചെറിയ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ഇനി ഒരിക്കലും അങ്ങനെ തെറ്റ് സംഭവിക്കില്ല. അങ്ങനെ പുതിയ വീട്ടിലെത്തിയ ശേഷം പാലൊക്കെ കാച്ചിട്ട് തന്റെ ഹസ്ബൻഡിനെ ജോലിക്ക് അയക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അനുവില്ലേ പുറത്തൊരു കാഴ്ച കാണുന്നത്. ആ ഒരു അപ്പാർട്ട്മെന്റിലെ സെക്യൂരിറ്റിയിലെ ഒരു കാറിൽ നിന്ന് എന്തോ അടിച്ചു മാറ്റുന്നുണ്ട്. എന്നാൽ ഓൾറെഡി അനു തന്റെ ഹസ്ബൻഡിനോട് ഒരു ഉറപ്പ് കൊടുത്തിരുന്നില്ലേ, ഇനി ഒരു പ്രശ്നത്തിലും കൊണ്ടിട്ട് തല വെക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവൾ ആ കാഴ്ച കണ്ടിട്ടും കാണാത്ത പോലെ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ജോലിക്കാരില്ലേ അനുവിനോട് പറയുന്നുണ്ട്, അടുത്ത വീട്ടിലെ ചേച്ചിയില്ലേ അവരുടെ പെരുമാറ്റത്തില് എന്തോ പന്തിയിടുണ്ട്. എന്നാൽ ശരിക്ക് അനുവിന്റെ സ്വഭാവം അതെന്താണെന്ന് തെരഞ്ഞു പോയിട്ട് അത് കണ്ടുപിടിക്കലാണ്. എന്നാൽ ഹസ്ബൻഡിന് വാക്ക് കൊടുത്തോണ്ട്, എനിക്ക് വേറെ ആരുടെ കഥയും കേൾക്കണ്ട, ഇനി മുതൽ എന്നോട് അതിനെക്കുറിച്ച് പറയരുത്, നീ നിന്റെ ജോലി ചെയ്താൽ മതിയെന്ന് ജോലിക്കാരോട് പറയുന്നുണ്ട്. നമ്മുടെ അനു ആണെങ്കിൽ ഓൾറെഡി ഒരു യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്നുണ്ട്. അതിന്റെ ഗോൾഡ് പ്ലേ ബട്ടണും അനുവിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡിനോട് ചോദിക്കുന്നുണ്ട്, കുറച്ച് നാളായിട്ട് എന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്, ഒരു ചെറിയ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്താലോന്ന്. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഹസ്ബൻഡ് പറയുന്നുണ്ട്, അതിനെന്താ, നിന്റെ പാഷനല്ലേ, നീ ചെയ്തോ. അപ്പോൾ അനു പറയുന്നുണ്ട്, എന്റെ ഫ്രണ്ടില്ലേ എന്നെ ഹെൽപ്പ് ചെയ്തിരുന്ന ശില്പ, അവളെ ഞാൻ എന്റെ കൂടെ കൂട്ടുന്നുണ്ട്, നിനക്ക് ഇഷ്ടമുള്ള ആരെ വേണമെങ്കിലും നിന്റെ കൂടെ കൂട്ടിക്കോ. അതായത് ഈ ഒരു ശില്പ ആരാന്ന് വെച്ചാല് ഭാമകലാപത്തിന്റെ ഫസ്റ്റ് പാർട്ടില് നമ്മുടെ അനുവിന്റെ വീട്ടില് ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ജോലിക്കാരിയായിരുന്നു. അങ്ങനെ ശില്പ നമ്മുടെ അനുവിനോട് പറയുന്നുണ്ട്, ചേച്ചി ഒരു ജോലിക്കാരിയെ എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടാന് മനസ്സ് കാണിച്ചല്ലോ, പക്ഷെ ഒറ്റ കാര്യം ഉറപ്പ് തന്നാല് ഞാൻ എന്തായാലും വരാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവശ്യമില്ലാത്ത ഒരു കേസിലും കൊണ്ടിട്ട് തല വെക്കില്ലാന്ന്. അപ്പോൾ അനു അതിന് സമ്മതിക്കാണ്. അങ്ങനെ അനു ആഗ്രഹിച്ച പോലെ അവളുടെ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പതിയെ സക്സസ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോവാണ്. എന്നാൽ അപ്പോഴാണ് നമ്മുടെ ശില്പ കാണുന്നത്, ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലെ സീലിംഗില്ലേ അത് പതിയെ ഇളകി വരുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കസ്റ്റമേഴ്സിനോട് അവിടെ നിന്ന് പതിയെ മാറിയിരിക്കാനും പറഞ്ഞിട്ട് നമ്മുടെ അനുവിനെ ആ ഒരു സീലിംഗ് ഇളകിയത് കാണിച്ചു കൊടുത്തിട്ട്, അത് നമുക്ക് ശരിയാക്കണ്ടേ? അപ്പൊ അനു പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും ശരിയാക്കി കളയാം. അന്ന് രാത്രിയാണ് നമ്മുടെ അനുവിലെ ഒരു കുക്കിംഗ് കോമ്പറ്റീഷനെ കുറിച്ചിട്ട് ഒരു പരസ്യം കാണുന്നത്. അപ്പോൾ തന്റെ ഹസ്ബൻഡിനോട് അതിന് സമ്മതം ചോദിക്കുമ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, ആയിക്കോട്ടെ. അങ്ങനെ ഹസ്ബൻഡിന്റെ ലാപ്ടോപ്പ് വാങ്ങിയിട്ട് ഉടനെ തന്നെ ആ ഒരു കോമ്പറ്റീഷന് അപ്ലൈ ചെയ്യാണ്. അടുത്ത സീനില് നമ്മുടെ അനു ഹസ്ബൻഡിനോട് ചോദിക്കുന്നുണ്ട്, കാറ് ഞാൻ ഡ്രൈവ് ചെയ്തോട്ടെ? അതിന് നിനക്ക് ശരിക്കും ഓടിക്കാൻ അറിയില്ലല്ലോ, തൽക്കാലം ഞാൻ ഓടിക്കാം, നീ നന്നായിട്ട് പഠിച്ചിട്ട് നമുക്ക് നോക്കാം. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഇറ്റലിയിലെ ഒരു പണക്കാരനായിട്ടുള്ള ബിസിനസ്സുകാരനെയാണ്. ഇങ്ങനെയുടെ പേരാണ് ആന്റണി. ആന്റണിയുടെ കൂടെ ഒരു പെൺകുട്ടിയില്ലേ, ഇവൾ ആരാന്ന് വെച്ചാല് ഒരു ഡ്രാമ ആർട്ടിസ്റ്റ് ആണ്. ഇവളുടെ പേരാണ് റിയ. ഇവള് ചെറിയ ഡ്രാമാസ് മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. പിന്നെ ആന്റണിയുമായിട്ട് ഇവളുടെ റിലേഷൻ എന്താന്ന് വെച്ചാല്, റിയയ്ക്ക് ആന്റണി സിനിമയിൽ ഒരു വലിയ റോള് വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അവള് ആന്റണിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ആന്റണി നേരെ പോകുന്നത് ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ നടത്തുന്നതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനാണ്. ഇതേ കോമ്പറ്റീഷനിൽ തന്നെയാണ് നമ്മുടെ നായികയായിട്ടുള്ള അനുവും പങ്കെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷനിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഷെഫ് വിക്രമാണ് പങ്കെടുക്കാൻ പോകുന്നത് ആന്റണി അനൗൺസ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ ആരാണ് ജയിക്കുന്നത്, ആ ഒരു ബെസ്റ്റ് ഷെഫിനെ കിട്ടാൻ പോകുന്നത് സ്വർണത്തിന്റെ ഒരു കോഴി പ്രതിമയാണ്. അങ്ങനെ ആന്റണി സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ന്യൂസിലൂടെ നമ്മുടെ ഹീറോനായിട്ടുള്ള അനു ജോലി ചെയ്തുകൊണ്ട് വീട്ടിലിരുന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഹസ്ബൻഡിന് ഫുഡ് കൊണ്ട് കൊടുക്കുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട്, ഞാനൊരു ബിസിനസ് മീറ്റിങ്ങിന് പോവാണ്, ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ തിരിച്ചു വരും, പിന്നെ അതുവരെ നീ ഇവിടെ ഒറ്റക്കാന്ന് കരുതിയിട്ട് ഈ ഒരു നാട് തിരിച്ചു വെക്കരുത് കേട്ടോ. അപ്പോൾ അനു പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തന്നില്ലേ, നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വാ. നമ്മുടെ അനുവിനാണെങ്കിൽ ശരിക്ക് ഡ്രൈവിംഗ് അറിയില്ലല്ലോ. അങ്ങനെ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോൾ ആശാൻ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, ആദ്യ ദിവസം തന്നെ ലേറ്റ് വരുന്നത്, ഇങ്ങനെ പോയാല് നീ ഡ്രൈവിംഗ് പഠിച്ചു തന്നെ. അപ്പൊ അനു പറയുന്നുണ്ട്, ആശാ നോക്കിക്കോ, എത്ര പെട്ടെന്നാണ് ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്നത്. എന്തായാലും കണ്ടാ മതി,
അടുത്ത സീനില് നമ്മുടെ അനുവിന്റെ കടയിലേക്ക് 2 പോലീസുകാര് മഫ്തിയിൽ വരുന്നുണ്ട്. എന്നിട്ട് ശില്പയോട് ഞങ്ങൾ നിങ്ങളുടെ കടയിൽ റെഗുലറായിട്ട് വരുന്ന ഒരു കഞ്ചാവ് വിൽപ്പനക്കാരൻ മല്ലേശില്ലേ അവനെ പിടിക്കാൻ വന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പോലീസുകാര് ഈ കടയിലുണ്ടെന്ന്, ഇവിടെ ആരും പ്രത്യേകിച്ച് നിങ്ങൾ ഒരു സിഗ്നലും കൊടുക്കാൻ നിൽക്കരുത്. എന്നാൽ ശില്പക്ക് പേടിയായിട്ട് ഉടനെ തന്നെ അനുവിനെ വിളിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ അനു വണ്ടി സ്റ്റോപ്പ് ചെയ്ത് പറയുന്നുണ്ട്, ശില്പ മല്ലേശ് ആ ഒരു കറുത്തിട്ടുള്ളവനല്ലേ, അവനെ കണ്ടാൽ അറിയാം അവനൊരു കഞ്ചാവാണെന്ന്. എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ശില്പ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ആ മല്ലേശ് വരികയാണ്. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് അവനുള്ളിലേക്ക് പോകുമ്പോൾ ശില്പ പറയുന്നുണ്ട്, ചേച്ചി മല്ലേശ് വന്നിട്ടുണ്ട്. അപ്പൊ അനു പറയുന്നുണ്ട്, ശില്പ അവിടെ എന്തൊക്കെയാ നടക്കുന്നേ അതൊക്കെ എന്നോട് പറഞ്ഞോണ്ടേക്ക്, ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് എത്തിക്കോളാം. അങ്ങനെ അനുവിനോട് നടക്കുന്ന എല്ലാ കാര്യവും ശില്പ പറയുന്നുണ്ട്. അങ്ങനെ പോലീസ് തക്ക് നോക്കിയിട്ട് നമ്മുടെ മല്ലേശിനെ പൂട്ടാൻ നോക്കുമ്പോൾ ആ ഒരു ഇളയി കടന്ന സീലിംഗ് ഇല്ലേ അതിന്റെ ഒരു പീസ് താഴത്തേക്ക് വീഴാണ്. ആ ഒരു സെക്കൻഡ് പോലീസിന്റെ ശ്രദ്ധ തെറ്റിയപ്പോൾ അവൻ അവിടെ നിന്ന് നൈസായിട്ട് രക്ഷപ്പെട്ടു പോവാണ്. എന്നാൽ അവനെ പോലീസ് വെറുതെ വിടുവോ, അവന്റെ പിന്നാലെ പായുന്നുണ്ട്. ആ ഒരു കാര്യം ശില്പ നമ്മുടെ അനുവിനെ വിളിച്ച് പറയുന്നുണ്ട്. എന്നാൽ ശില്പക്കൊന്നും സംഭവിക്കാതെ അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉടനെ തന്നെ തന്റെ കടയിലേക്ക് പോകാൻ നോക്കുമ്പോൾ ഏതോ ഒരു തന്നെ നമ്മുടെ അനു ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. അതേ സ്ഥലത്ത് ജനങ്ങൾ തടിച്ചു കൂടുകയാണ്. അപ്പോൾ നമ്മുടെ ആശാനില്ലേ അങ്ങനെ പുറത്തിറങ്ങി പറയുന്നുണ്ട്, ഡ്രൈവ് ചെയ്ത് ഞാനല്ലേ, ഇതാ ഈ പെണ്ണാണ്. എന്നാൽ എല്ലാവരോടും അനു പറയുന്നുണ്ട്, എനിക്ക് അറിയാതെ കയ്യബദ്ധം പറ്റിയതാ. അതിനുള്ളിൽ അങ്ങോട്ടേക്ക് പോലീസ് വരികയാണ്. എന്നിട്ട് അനുവിനോട് പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ നല്ലതേ ചെയ്തിട്ടുള്ളൂ. ഇവനാണ് കഞ്ചാവ് വ്യാപാരിയായിട്ടുള്ള മല്ലേശ്. ഇവനെ പിടിക്കാൻ കുറെ നാൾ കഷ്ടപ്പെടുക. എന്തായാലും നിങ്ങൾ പിടിച്ചെന്നല്ലോ, നിങ്ങൾ സൂപ്പറാ. അടുത്ത സീനില് നമ്മുടെ ബിസിനസ്സുകാരനായ ആന്റണി ഇല്ലേ അവന്റെ ലവർ റിയോട് പറയുന്നുണ്ട്, ഞാൻ ഈ കുക്കിംഗ് കോമ്പറ്റീഷൻ നടത്തുന്നത് എനിക്ക് പുണ്യം കിട്ടാനൊന്നുമല്ല. കോമ്പറ്റീഷനിലെ ഫസ്റ്റ് പ്രൈസ് ആ ഒരു കോഴിശീലയില്ലേ അതിന്റെ പുറമെ ഗോൾഡ് പൂശിയതാണ്. എന്നാൽ ഉള്ളിലുള്ളത് 700 കോടി രൂപയിലധികം ഡ്രഗ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന വസ്തുവാണ്. ഞാൻ സാധാരണ കച്ചവടം നടത്താറ് താഷിയുമായിട്ടാണ്. അവനുമായിട്ട് തന്നെയാണ് ഈ ഒരു ശിലയുടെയും ഡീലിംഗ് ഞാൻ ഉറപ്പിച്ചിട്ടുള്ളത്. അപ്പോ റിയ ചോദിക്കുന്നുണ്ട്, അല്ല 700 കോടിയിൽ കൂടുതൽ വില മതിക്കില്ലേ, ഒരു 1000 കോടി പറഞ്ഞു നോക്ക്, അവനെന്താ പറയുന്നത് നോക്കാലോ. ഇനിയിപ്പോ അങ്ങനെ 1000 കോടി കിട്ടിക്കഴിഞ്ഞാല് അടുത്തതായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് സിനിമ എടുക്കാനും പറ്റും. അതില് എന്റെ ആഗ്രഹം പോലെ എനിക്ക് ആക്ടിങ് ചെയ്യാൻ പറ്റില്ലേ. അപ്പോ ആന്റണി പറയുന്നുണ്ട്, സാധാരണ താഷിക്ക് ആരും അവനോട് ബാർഗെയിൻ ചെയ്യുന്ന ഇഷ്ടമല്ലാത്തതാണ്. നിനക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു നോക്കാം, ചിലപ്പോൾ നടന്നാലോ. അടുത്ത സീനില് നമ്മൾ കാണുന്നത് താഷിയാണ്. താഷി എന്ന് പറഞ്ഞാൽ നല്ല വിശ്വാസമുള്ള ഒരാളാണ്. അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെതായിട്ടുള്ള സമയവും ചിട്ടയും ഒക്കെ നോക്കിയിട്ടേ ചെയ്യാറുള്ളൂ. ഇപ്പൊ പോലും താഷിയെ ചീറ്റ് ചെയ്ത ഒരുത്തിനെ തീർത്ത് കളയണം. അപ്പോൾ അതിനും കറക്റ്റ് ടൈം നോക്കിയിട്ടാണ് അവൻ അയാളെ കൊലപ്പെടുത്തുന്നത്. താഷിയുടെ ലൈഫിലെ എല്ലാ കാര്യത്തിനും നല്ല സമയം നോക്കി പറയുന്നത് താഷിയുടെ അച്ഛൻ തന്നെയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നീ ആന്റണിയെ വിളിച്ചോക്ക്, നീ ആഗ്രഹിച്ച പോലെ തന്നെ ഡീല് നല്ല രീതിയിൽ അവസാനിക്കും. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ അനുവില്ലേ, അനുവിന്റെ ഹസ്ബൻഡ് അവളെ വിളിച്ച് കയറി ചോദിക്കുന്നുണ്ട്, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലല്ലേ. അപ്പൊ അവള് ചോദിക്കുന്നുണ്ട്, അതിനിപ്പോ ഞാൻ എന്താ ചെയ്തേ. നീ ആ TV തുറന്നിട്ട് ന്യൂസ് ചാനൽ നോക്കി. അനുവും ന്യൂസ് ചാനൽ ഓണാക്കി നോക്കുമ്പോ പോലീസിനെ കുറെ നാളായിട്ട് വട്ടം ചുറ്റിച്ചുകൊണ്ടിരുന്ന കഞ്ചാവ് ഡീലർ മല്ലേശിനെ പിടിക്കാന് നമ്മുടെ ഹീറോയിൻ അനുവാണ് ഹെൽപ്പ് ചെയ്തതെന്ന് പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ന്യൂസാണ് പബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അനു പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തതല്ല, എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. എന്നാൽ അനുവിന്റെ ലൈഫിൽ സംഭവിച്ച എല്ലാ സമയത്തും അവൾ ഇങ്ങനെ തന്നെയാ പറഞ്ഞ്. അപ്പോ ഹസ്ബൻഡ് വിശ്വസിക്കോ? അങ്ങനെ ദേഷ്യത്തില് ഫോണ് കട്ട് ചെയ്യാണ്. അപ്പോഴാണ് അനു കാണുന്നത് അനുവിന്റെ ആശാനില്ലേ, അങ്ങേര് പറയുന്നുണ്ട്, അനു അവളെ ഞാനാണ് ട്രെയിൻ ചെയ്തത്, അവൻ ഇടിച്ചു തെറിപ്പിക്കാന് ഞാനാണ് അവൾക്ക് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ അയാൾ തള്ളി മറിക്കുന്നുണ്ട്. അനു ആണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ആശാനെ കപ്പല് മുങ്ങുമ്പോ തന്നെ നിങ്ങൾക്ക് മീൻ പിടിക്കണല്ലേ. അടുത്ത സീനില് താഷിയുടെ അച്ഛൻ പറഞ്ഞ പോലെ അരമണിക്കൂർ ശേഷം നമ്മുടെ ആന്റണി വിളിക്കുകയാണ്. അപ്പോ നമ്മുടെ ഡീൽ ഓക്കെ അല്ലേ, 700 കോടിക്ക് സെറ്റ് ചെയ്യാം. എന്നാൽ ഓൾറെഡി ആന്റണിയും അതുപോലെ റിയൻ ഡിസ്കസ് ചെയ്തത് 1000 കോടിക്കല്ലേ. അവൻ പറയുന്നുണ്ട്, താഷി ഇപ്രാവശ്യം 1000 കോടിക്കാണെങ്കിൽ ഡീല് നമുക്ക് ഉറപ്പിക്കാം, ഇല്ലെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കും. എന്നാൽ താഷി പറയുന്നുണ്ട്, നീ ആദ്യം ഇതല്ലല്ലോ പറഞ്ഞേ, 700 കോടി പറഞ്ഞിട്ട് നമ്മൾ ഉറപ്പിച്ചല്ലേ, പെട്ടെന്ന് നീ കൂട്ടി 1000 ആക്കിയാലോ. എന്നാൽ ആന്റണി കൂടുതലൊന്നും പറയാതെ ഫോണ് കട്ടിയാണ്. എന്നാൽ താഷിക്ക് ദേഷ്യം വരുന്നുണ്ട്, ഇതുവരെ ആയിട്ടും ഇവനിങ്ങനെ ബിഹേവ് ചെയ്തിട്ടില്ലല്ലോ, എന്തോ പന്തികളുണ്ടല്ലോ. അതേ സമയത്ത് ആന്റണി ഇല്ലേ, ഇനിയിപ്പോ താഷിക്ക് ആ ഒരു വസ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കാ കൊടുക്കുക. അങ്ങേരുടെ പേര് മാണിക്കെന്നാണ്. അപ്പൊ അങ്ങനെ വിളിച്ച് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. അങ്ങനെ ആന്റണിയും അയാളെ വിളിച്ചു നോക്കുകയാണ്. എന്നിട്ട് മാണിക്കത്തോട് പറയുന്നുണ്ട്, എന്റെ കയ്യിൽ കുറച്ച് ഡ്രഗ്സ് ഉണ്ടാക്കാനുള്ള ബേസ് ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്കൊരു 3000 കോടിയിൽ കൂടുതൽ ഡയലൂട്ട് ചെയ്ത് ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ നിങ്ങൾ എനിക്ക് ഒരു 1000 കോടി തന്നാൽ മതി. എന്താ ഡീലിന് റെഡിയാണോ? മാണിക്യം പറയുന്നുണ്ട്, പിന്നെന്താ ആയിക്കോട്ടെ. അങ്ങനെ ഡീല് ഉറപ്പിക്കുകയാണ്. അടുത്ത സീനില് നമ്മുടെ അനുവിനെയാണ് കാണിക്കുന്നത്. അനു ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓൾറെഡി ആ ഒരു കോമ്പറ്റീഷന് അവളും രജിസ്റ്റർ ചെയ്തിരുന്നില്ലേ, ആരൊക്കെയാണ് സെലക്ട് ആയതെന്നും ന്യൂസിലൂടെയാണ് പറയാറ്. അങ്ങനെ അവസാനം അനുവിന്റെ പേരും സെലക്ട് ആയതായിട്ട് അവൾ കേൾക്കാണ്. അതിൽ വളരെ ഹാപ്പി ആയിട്ട് ഉടനെ തന്നെ അവളുടെ ഹസ്ബൻഡിന് ഫോൺ ചെയ്ത് നോക്കുന്നുണ്ട്. കാരണം തനിക്ക് അവസരം കിട്ടിയ കാര്യം പറയാന്. എന്നാൽ ഹസ്ബൻഡ് ആണെങ്കിൽ ഓൾറെഡി അനുവിനോട് ദേഷ്യത്തിലല്ലേ, ഞാൻ കുറച്ച് ബിസിയാ, നീ പിന്നെ വിളിക്കുന്നു പറഞ്ഞ് ഫോൺ കട്ടിയാണ്. അതിൽ അനുവിന് വല്ലാതെ വിഷമാവുന്നുണ്ട്. എന്നാലും അതൊന്നും പുറത്ത് കാണിക്കാതെ തന്റെ മകനെയും കൂട്ടിയിട്ട് ആ ഒരു ചാമ്പ്യൻഷിപ്പില് അമ്മയ്ക്ക് അവസരം കിട്ടിയില്ലേ, അപ്പൊ മകനിക്കൊരു ട്രീറ്റ് കൊടുക്കാന് അവനെയും കൂട്ടിയിട്ട്
പുറത്തേക്ക് പോവാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് താഷിയാണ്. ഓൾറെഡി നമ്മുടെ ആന്റണിയെ വിളിച്ചപ്പോൾ 1000 കോടി തന്നെടുത്തു എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തില്ലേ. അപ്പോൾ താഷി തന്റെ അച്ഛനോട് ഒന്നുകൂടി സമയം നോക്കാൻ പറഞ്ഞിട്ട് നീ ഇപ്പം ഒന്ന് വിളിച്ചോക്കെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആന്റണിക്ക് വിളിക്കുമ്പോൾ ആന്റണി ആണെങ്കിൽ റേയുമായിട്ട് നല്ല റൊമാൻസിലാണ്. 2-3 പ്രാവശ്യം ഫോൺ റിങ് ചെയ്തിട്ടും ആ ഫോൺ പിക്ക് ചെയ്യുന്നില്ല. താഷിക്ക് വല്ലാതെ കലിപ്പാവുന്നുണ്ട്. ഇത്രയും നാളും ഡീലിങ്സ് നടത്തിയിട്ട് എന്റെ ഫോൺ എടുക്കാൻ പോലും നിനക്ക് പറ്റുന്നില്ല അല്ലേ. ആ ഒരു കലിപ്പില് അവന്റെ 2 ആളുകളെ ആന്റണിയെ തീർത്ത് കളയാനായിട്ട് അവന്റെ സ്ഥലത്തേക്ക് അയക്കാണ്. ആന്റണി ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ അവനൊരു മസാജ് സെന്ററിലാണ്. അങ്ങനെ 2 ആളുകള് അങ്ങോട്ടേക്ക് വന്നിട്ട് ആന്റണിയുടെ തൊട്ടരികില് ഒരാൾ മസാജ് ചെയ്യുന്നുണ്ടായിരുന്നു. അവനെ ക്രൂരമായിട്ട് കൊന്നുകളയാണ്. എന്നിട്ട് ആന്റണിയെ കൊന്നു കളയുന്ന ഭീഷണിപ്പെടുത്തിയിട്ട് താശി വിളിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ആന്റണി താശി വിളിച്ചിട്ട് അല്ല നീ എന്താ ചെയ്യുന്നേ. അപ്പൊ താശി പറയുന്നുണ്ട് ഓൾറെഡി ഞാൻ നിന്നോട് പറഞ്ഞതാ. പറഞ്ഞ പൈസ 700 കോടിക്ക് ഡീൽ ഉറപ്പിച്ചോ, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ മുകളിലേക്ക് പോയിക്കോ. എന്താ തീരുമാനിക്കുന്നത്. അപ്പൊ ആന്റണി പറയുന്നുണ്ട് ഇനി വേറെ വർത്താനൊന്നുമില്ല, നിനക്ക് തന്നെ ഡീൽ ഉറപ്പിക്കാം. ആ ഒരു കോമ്പറ്റീഷൻ ഇറ്റലിയിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ നീ നേരെ അങ്ങോട്ടേക്ക് പോര്. അവിടെ വെച്ച് തന്നെ ആ ഒരു ശീലം നിനക്ക് കൈമാറിയേക്കാം. ആഹാ നല്ല കുട്ടിയായല്ല. എന്നാല് ആന്റണി ഓൾറെഡി നമ്മുടെ മാണിക്യത്തിന് കൊടുക്കാന്ന് പറഞ്ഞല്ലേ. എന്നാല് ഇനിയിപ്പോ അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് വിളിച്ച് പറയണ്ടേ. അങ്ങനെ ഉടനെ തന്നെ മാണിക്യത്തിന് വിളിച്ചിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ആ ഒരു ഡീലിംഗ് ഇനി നടത്താൻ പറ്റില്ല. അപ്പൊ മാണിക്യം ചോദിക്കുന്നുണ്ട് അല്ല എന്താ പെട്ടെന്നൊരു മാറ്റം. എന്നാൽ ആന്റണി ഒന്നും പറയാതെ പറ്റില്ല എന്ന് പറഞ്ഞാല് പറ്റില്ല, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാ അതും പറഞ്ഞ് ആന്റണി ഫോൺ കട്ടിയാണ്. അതിനുശേഷം ആന്റണിയില്ലേ തന്റെ ലവറായിട്ടുള്ള റേയോട് നമ്മുടെ മാണിക്യത്തിന് ആ ഡീല് നടത്താൻ പറ്റാത്ത കാര്യവും താഷി തന്നെ കൊലപ്പെടുത്താനേ ഭീഷണിപ്പെടുത്തിയ കാര്യമൊക്കെ തുറന്നു പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ശീലയിലെ അതെന്റെ കയ്യിൽ വെച്ചിരിക്കാൻ തന്നെ എനിക്കിപ്പോ എന്തോ വല്ലാതെ പേടിയാവുന്നുണ്ട്. അപ്പൊ അവള് പറയുന്നുണ്ട് ടെൻഷൻ അടിക്കണ്ട, എന്തായാലും നമുക്ക് താഷിക്ക് തന്നെ അതും കൊടുത്തേക്കാം, പിന്നെ പ്രശ്നമില്ലല്ലോ. അങ്ങനെ ആന്റണിയെ അവള് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവര് രണ്ടുപേരും സംസാരിക്കുന്നത് ആ ഒരു കാറിന്റെ ഡ്രൈവറില്ലേ അവൻ രഹസ്യമായിട്ട് കേൾക്കുന്നുണ്ട്. ഇവനൊരു രഹസ്യ ഏജന്റ് ആണ്. അവനാണെങ്കിൽ ആന്റി ഡ്രഗ്സ് കോഡിന് ആ ഒരു ശിലയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യാണ്. ഈ ഒരു ടീമിന്റെ ഹെഡിന്റെ പേരാണ് ചക്രവർത്തി. എന്നാൽ ഇവരുടെ ടീമില് ഓൾറെഡി ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള ഓഫീസർ ഉണ്ടായിരുന്നു. അങ്ങേരുടെ പേരാണ് സദാ. എന്നാൽ ഒരു ഓപ്പറേഷന്റെ ടൈമില് അദ്ദേഹത്തിന്റെ കൈ നഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ കുറച്ചു നാളായിട്ട് ഒരു മിഷനിലും അദ്ദേഹത്തെ കൂട്ടാറില്ല. അപ്പോൾ സദാ ഹെഡായിട്ടുള്ള ചക്രവർത്തിയോട് ചോദിക്കുന്നുണ്ട് സാറേ ഈ ഒരു മിഷനിൽ എന്നെ കൂട്ടാൻ പറ്റുമോ. എന്നാൽ അങ്ങേര് കളിയാക്കുന്ന പോലെ പറയുന്നുണ്ട് ഒരു കാലത്ത് നീ വലിയ പുള്ളിയായിരിക്കാം, എന്നാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടുള്ള ഡെസ്ക് ജോലി മാത്രമേ നിനക്ക് പറ്റുള്ളൂ. അപ്പൊ അത് നീ ചെയ്യാൻ നോക്ക്, ബാക്കി കാര്യങ്ങള് ശക്തിയും കഴിവുള്ള ഞങ്ങൾ നോക്കിക്കോളാം. എന്നാൽ മറുത്തൊന്നും പറയാൻ പറ്റാതെ സങ്കടത്തില് സദ അവിടുന്ന് തിരിച്ചു പോണ്. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ ഹീറോ ആയിട്ടുള്ള അനുവില്ലേ നൈറ്റ് തന്റെ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ട് വീട്ടിലേക്ക് ഇറങ്ങുമ്പോ ആ ഒരു കഞ്ചാവ് ഡീലറില്ലേ മല്ലേശി അവൻ അനുവിനെ ബ്ലോക്ക് ചെയ്യാണ്. നീ കാരണാടി എന്നെ പോലീസ് പിടിച്ചത്, നീ കാറ് കൊണ്ട് എന്നെ ഇടിച്ചിട്ടിട്ട് വലിയ സംഭവമായില്ലേ. എന്നാൽ അനു പറയുന്നുണ്ട് സത്യത്തില് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, ഞാൻ ഡ്രൈവിംഗ് പഠിക്കായിരുന്നു, നീ നേരെ വന്നതാ, നിന്നെ പോലീസ് പിന്തുടർന്നത് പോലും എനിക്ക് അറിയില്ല. എന്നാൽ അവൻ പറയുന്നുണ്ട് നിന്റെ ഉടായ്പൊക്കെ കയ്യിൽ വെച്ചാൽ മതി, ഇതുപോലെ പലരെ ഞാൻ കണ്ടതാ, നിന്നെ ഒരു പാഠം പഠിപ്പിക്കാതെ ഞാൻ ഇവിടുന്ന് പോയില്ല. അപ്പോഴാണ് ആ ഒരു കാഴ്ച കണ്ടിട്ട് ഒരു ഓട്ടോ ഡ്രൈവർ മല്ലേഷിനോട് ചോദിക്കുന്നത് നീ എന്താടാ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുക, മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോ. അങ്ങനെ അവനവിടുന്ന് പോവാണ്. എന്നാൽ അനുവാണെങ്കിൽ തന്റെ സങ്കടങ്ങളും ആ ഒരു മല്ലേഷിനെ കുറിച്ചൊക്കെ ഫ്രണ്ടായ ശില്പയോട് പറയുന്നുണ്ട്. അങ്ങനെ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മല്ലേഷില്ലേ നമ്മുടെ അനുവിനെ വിളിച്ച് പറയുന്നുണ്ട് അല്ല ചേച്ചി നിങ്ങളുടെ മോന് ഈ സ്കൂളിലല്ലേ പഠിക്കുന്നേ, അപ്പോ അവനെ ഞാൻ തൂക്കിക്കൊള്ളാട്ടാ, ബാക്കി കാര്യം എനിക്ക് വിട്ടേക്ക്. അപ്പൊ അനുവാണെങ്കിൽ വല്ലാതെ ടെൻഷനായി പോണ്. അപ്പൊ ശില്പ പറയുന്നുണ്ട് എനിക്ക് പരിചയമുള്ള ഒരു ഓഫീസറുണ്ട്, അദ്ദേഹത്തെ നമുക്കൊന്ന് പോയി കണ്ടാലോ, അങ്ങേർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അനു പറയുന്നുണ്ട് പിന്നെന്താ നമുക്ക് വേഗം പോയി കളയാം. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഓഫീസറായിട്ടുള്ള സദയാണ്. സദയുടെ ഫാമിലിയുമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഒത്തൊരുമോടെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ സദയ്ക്ക് എപ്പോഴാണോ ഒരു മിഷനിൽ തന്റെ കൈ പോയത് അതിനുശേഷം ഫ്രണ്ട്സ് പോട്ടെ ഫാമിലി പോലും സദയെ ഒന്ന് ശ്രദ്ധിക്കുകയോ ഒരു റെസ്പെക്ട് കൊടുക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ വല്ലാതെ സങ്കടത്തില് ഇനിയിപ്പോ ആർക്ക് വേണ്ടിയാ ജീവിക്കണ്ടെന്നൊക്കെ മനസ്സിൽ കരുതിയിട്ട് ആത്മഹത്യക്ക് ട്രൈ ചെയ്യാണ്. അപ്പോഴാണ് ആരോ പുറത്ത് വാതിൽ തട്ടുന്ന കേൾക്കുന്നത്. അപ്പോൾ പുറത്ത് നോക്കുമ്പോൾ നമ്മുടെ ശില്പയും അനുവാണ്. അതായത് ശില്പ പറഞ്ഞ ആ ഒരു ഓഫീസർ അത് നമ്മുടെ സദ തന്നെയാണ്. അങ്ങനെ അനുവിനെ ആ ഒരു മല്ലേശ് പിന്തുടരുന്ന കാര്യവും അനുവിന്റെ മകനെ തട്ടിക്കൊണ്ടു പോകാന് അവൻ പ്ലാൻ ചെയ്യുന്ന കാര്യവും അതുപോലെ നമ്മുടെ ഹീറോനായിട്ടുള്ള അനുവിന് അധികം വൈകാതെ ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ ഇല്ലേ, അപ്പൊ അതിന് പോകേണ്ട കാര്യം പറയുന്നുണ്ട്. മല്ലേഷിന്റെ ഈ ഒരു ഭീഷണി തുടരുമ്പോൾ തന്റെ മകനെ അച്ഛൻ്റെ അടുത്താക്കിയിട്ട് എങ്ങനെ പെറ്റിലേക്ക് പോവാ. അപ്പോ സദ പറയുന്നുണ്ട് അവന്റെ കാര്യല്ലേ, അതോർത്ത് ടെൻഷൻ അടിക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. അങ്ങനെ ഒരു പോകാൻ ഇറങ്ങുമ്പോൾ അനുവിനോട് സദ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ ആ ഒരു ഫോണില്ലേ അത് എന്റെ കയ്യിൽ തന്നേക്ക്, കാരണം ആ മല്ലേഷ് നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഉറപ്പായിട്ടും അവനെ ട്രേസ് ചെയ്യാൻ ആ ഒരു ഫോൺ ഉണ്ടെങ്കിൽ എനിക്ക് എളുപ്പമായിരിക്കും. അങ്ങനെ ആ ഒരു ഫോണും കൊടുത്തിട്ട് അവരവിടെ നിന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ശില്പയും അതുപോലെ അനുവും സാധാരണത്തെ പോലെ തന്നെ അവരുടെ ആ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ വരികയാണ്. അപ്പോഴാണ് ഫ്രീസർ ഓപ്പൺ ആയി കിടക്കുന്നത് അവർ കാണുന്നത്. അല്ല ഇതിപ്പോ ആരാ തുറന്നെന്ന് അവരടുത്ത് വന്ന് നോക്കുമ്പോൾ അതിന്റെ ഉള്ളിലെ മല്ലേഷില്ലേ അവനെ ആരോ കൊലപ്പെടുത്തിയിട്ട് ആ ഒരു ഫ്രീസറിലെ ബോഡി ഇട്ടേക്കാണ്. അത് കണ്ട് അവര് ഷോക്കായിട്ട് അല്ല ഇന്നലെ നമ്മള് സദസാറിന്റെ അടുത്ത് ഇവനിൽ നിന്ന് ഹെൽപ്പ് വേണമെന്ന് സഹായം ചോദിച്ചിരുന്നില്ലേ, ഇനിയിപ്പോ അങ്ങേരായിരിക്കോ, അല്ലെങ്കിൽ അനുമേഡം
നിങ്ങളാണോ ഇവനെ കൊന്നുകളഞ്ഞേ? അപ്പൊ അനു ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാടി കൊല്ലുന്നേ? അതിന് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ആ ഓഫീസറുടെ അടുത്ത് പോവോ? ഇന്നലെ സദ പറഞ്ഞത് ഇന്ന് നമ്മുടെ ഈ ഹോട്ടലിൽ വെച്ച് സംസാരിക്കാന്നല്ലേ? അവര് പ്രതീക്ഷ പോലെ തന്നെ ആ ഒരു ഹോട്ടലിലേക്ക് സദ വരുന്നുണ്ട്. അല്ല ഇനിയിപ്പോ അങ്ങേരോട് നമ്മൾ ഈ കാര്യം പറഞ്ഞാല് ചിലപ്പോ അങ്ങേര് തെറ്റിദ്ധരിക്കോ അല്ലെങ്കിൽ പണിയാവോ? എന്ത് വന്നാലും പറയാനേ. അങ്ങനെ പതിയെ സദയോട് പറയാൻ പോകുമ്പോ സദ ഇങ്ങോട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഫ്രീസറിലുള്ള ആ ഒരു മല്ലേശില്ലേ, അവനെ ഞാൻ തന്നെയാ ഇന്നലെ തീർത്താലിട്ടത്. എന്നാല് ഞാനൊരു പോലീസുകാരനല്ലേ, അപ്പൊ ഞാനാണ് അവനെ കൊന്നതെന്ന് നിങ്ങൾക്ക് ഒരിക്കലും തെളിയിക്കാൻ പറ്റില്ല. കാരണം ഞാൻ എല്ലാ തെളിവുകളും ഞാൻ നിങ്ങൾക്കെതിരെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ അനു ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഞാൻ നിങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ ഇന്നലെ നിങ്ങളുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാൻ വന്നേ. അപ്പോ സദ പറയുന്നുണ്ട്, അതിന്റെ പിന്നിലെ ചില ആഗ്രഹങ്ങളുണ്ട്. നിങ്ങൾ ഇറ്റലിയിലേക്ക് ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നില്ലേ? ആ ഒരു കോമ്പറ്റീഷന്റെ ഫസ്റ്റ് പ്രൈസ് ഒരു കോഴിയുടെ ശിലയാണ്. ആ ഒരു ശിലയില്ലേ അതെനിക്ക് കൊണ്ടു തന്നാൽ മതി. പിന്നെ ഇവിടെ നടന്നത് മല്ലേഷിനെ കുറിച്ച് ആരും ഒന്നും ചോദിച്ചിട്ട് നിങ്ങളുടെ പിന്നാലെ വരില്ല. ഇനിയിപ്പോ അത് പറ്റില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ പിന്നെ എന്റെ തനി കൊണ്ട് നിങ്ങൾ കാണും കമ്പി എണ്ണിക്കൊണ്ട് ജയിലിൽ കിടക്കേണ്ടി വരും. ഇനിയിപ്പോ പെട്ടെന്ന് നിങ്ങൾക്കൊരു തീരുമാനം പറയാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നാളെ ഞാൻ വരാം. അപ്പോ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഒന്നും പറയണ്ട, എനിക്ക് കഴിക്കാനായിട്ട് കുറച്ച് ഇഡ്ഡലി തന്നാൽ മതി. ഇനി നിങ്ങൾക്ക് സമ്മതമില്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ പൂരി തന്നാൽ മതി, ഞാൻ മനസ്സിലാക്കിക്കോളാം. നമ്മുടെ അനു ആണെങ്കിൽ ഇനിയിപ്പോൾ എന്താ പറയാ, എങ്ങനെ ഇപ്പോൾ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുക? ഓൾറെഡി ഒരു പ്രശ്നത്തിൽ രക്ഷപ്പെടാൻ പോയിട്ട് സദയെ വിശ്വസിച്ചു, അവസാനം മുട്ടം പണിയും കിട്ടി. ഇനിയിപ്പോൾ തന്റെ ഹസ്ബൻഡിനോട് ഈ ഒരു കാര്യം പറഞ്ഞാലോ? എന്നാൽ ഹസ്ബൻഡ് വീട് മാറി വരുമ്പോഴേ ആകെ ഒരു കാര്യം ഉറപ്പ് ചോദിച്ചിട്ടുള്ളൂ, അതായത് ഒരു പ്രശ്നത്തിലും കൊണ്ടുപോയിട്ട് തലയിടരുതെന്ന്. അവസാനം മല്ലേഷിന്റെ ആ ഒരു പ്രശ്നം വന്ന ശേഷം തന്നെ ഹസ്ബൻഡിന്റെ സ്വഭാവം മാറിയിട്ടുണ്ട്, ചെറിയ ദേഷ്യത്തിലാണ്. ഇനിയിപ്പോൾ ഈ കാര്യം കൂടി അറിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും ദേഷ്യപ്പെട്ടാലോ? അതുകൊണ്ട് അവൾ ആരോടും പറയുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം അവൾ എന്തോ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. സദ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് അയാൾ വരികയാണ്. അങ്ങനെ സദയ്ക്ക് ഇഡ്ഡലി കൊണ്ടുവന്ന് സെർവ് ചെയ്യാണ്. അതായത് അവൾ സമ്മതിച്ചു വന്ന സിഗ്നലാണ്. അപ്പോൾ സദ പറയുന്നുണ്ട്, ഇനി നമുക്ക് ആ ഒരു ബോഡി ഇവിടുന്ന് ഡിസ്പോസ് ചെയ്യാം. അങ്ങനെ ആ ഒരു ബോഡി എടുത്തുകൊണ്ട് പോയിട്ട് അവനെ കുഴിച്ചിടാനായിട്ട് ഒരു കുഴി എടുപ്പിക്കണ്ടേ? അത് നമ്മളെ അനുവിനെ ശില്പയെ കൊണ്ടാണ് സദ എടുപ്പിക്കുന്നത്. ആ ഒരു വിഷ്വല് ഫോണിൽ റെക്കോർഡ് ചെയ്ത് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശില്പ അനുവിനോട് പറയുന്നുണ്ട്, ചേച്ചി ഞാൻ ആദ്യം നിങ്ങളുടെ കൂടെ ഹോട്ടലിലേക്ക് വരുന്ന സമയത്തേ ചോദിച്ചാ ഇനി ഒരു പ്രശ്നത്തിൽ നിങ്ങൾ കൊണ്ടേ ചാടിക്കരുതെന്ന്. അവസാനം ഇപ്പൊ കുടുക്കിയില്ലേ? അപ്പോ അനു പറയുന്നുണ്ട്, നീ ശരിക്കൊന്ന് ചിന്തിച്ചു നോക്ക്, ഇപ്പൊ ഈ കുഴിയെടുക്കുന്ന പ്രശ്നത്തിന് കാരണാരാ? നീ ആ സതയില്ലേ അയാളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ടല്ലേ? അപ്പൊ നീയും ഇതിൽ കാരണക്കാരിയാ. അതേ സമയത്ത് സതയില്ലേ വേറെ ഏതോ ഒരു ലേഡിയെ കോൺടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അവരുടെ പേരാണ് രേഖ. എന്നാൽ എത്ര വിളിച്ചിട്ടും ഫോണ് കണക്ട് ആവുന്നില്ല. അപ്പോൾ വേറെ ഏതോ ഒരാൾ വിളിച്ച് പറയുന്നുണ്ട്, എന്റെ കയ്യിൽ നല്ല അടിപൊളി ഒരു ഡീല് വന്നിട്ടുണ്ട്. എന്നാൽ രേഖയെ വിളിച്ചിട്ട് കണക്ട് ആയില്ല. അപ്പോൾ നീ അവളോട് ആ കാര്യം പറഞ്ഞേക്ക്, എന്നിട്ട് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ. അടുത്ത സീൽ നമ്മൾ കാണുന്നത് സാഹിർ എന്ന ഒരുത്തനെയാണ്. അവനൊരു ഇലക്ട്രോണിക് ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ എപ്പോഴും സിഗരറ്റ് വലിച്ചിട്ട് അവൻ ജോലി ചെയ്യാറുള്ളൂ. എന്നാൽ ഓണറിന് വല്ലാതെ കലിപ്പായിട്ട് പണിയെടുക്കുമ്പോൾ സിഗരറ്റ് വലിച്ചിവിടെ പണിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ നിന്റെ ജോലി തെറിച്ചിട്ടുണ്ട്, തൽക്കാലം ഇവിടെ നിന്ന് പോയി തരുമോ? അങ്ങനെ പെട്ടെന്ന് അയാൾ പണിയിൽ നിന്ന് പറഞ്ഞുവിടാണ്. സാഹിറിന് വല്ലാതെ ദേഷ്യം വന്നിട്ട് ഓൾറെഡി അവനൊരു ഇലക്ട്രീഷ്യൻ അല്ലേ, ആ ഒരു ഷോപ്പില് ഒരു ചെറിയ ബ്ലാസ്റ്റ് ഉണ്ടാക്കിയിട്ട് മൊലയാളിയാണോലോ മൊലയാളി വെറുതെ ഇരുന്നവനെ ചൊറിയാൻ നോക്കുക, താൻ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാല് എനിക്ക് പുല്ലാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാസമായിട്ട് ഇറങ്ങി നടക്കുകയാണ്. എന്നാൽ തന്റെ വണ്ടിയിൽ സദാ സാഹിറിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അങ്ങനെ അവനെ കൂട്ടിയിട്ട് അവനോട് പറയുന്നുണ്ട്, നമ്മളിനി ബാബുവിനെയാണ് കാണാൻ പോകുന്നത്. അതായത് ഈ ബാബു ആരാന്ന് വെച്ചാല് എത്ര വലിയ ലോക്കറും വളരെ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യും. എന്നാൽ ബാബുവിന്റെ അടുത്ത് എത്തിയിട്ട് സദാ തന്റെ ആവശ്യം പറയണേ, എനിക്കൊരു വലിയ ലോക്കർ ഓപ്പൺ ചെയ്യണമായിരുന്നല്ലോ. എന്നാൽ ബാബു പറയുന്നുണ്ട്, കുറച്ച് നാളായിട്ട് ഞാനിപ്പോൾ അതൊന്നും ചെയ്യാറില്ല, എന്റെ ഫാമിലിയുടെ കാര്യം നോക്കേണ്ടതുകൊണ്ട് എനിക്ക് പറ്റും തോന്നില്ല. അപ്പൊ സദാ നിന്നോട് ചെയ്യുമോന്നല്ല ചെയ്യണമെന്നാ പറഞ്ഞേ, വണ്ടി കയറടാ. അങ്ങനെ അവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവാണ്. അപ്പോൾ സദയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ ആ ഒരു കോഴിശീലയില്ലേ അത് അടിച്ചു മാറ്റാനുള്ള പ്ലാന് ഇവരെ 4 പേരെ വെച്ചിട്ടാണ് സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു പ്ലാന് സക്സസ് ആയിട്ട് തീർക്കുകയാണെങ്കിൽ ഓരോ ആളുകൾക്ക് 25 ലക്ഷം രൂപ വെച്ചിട്ട് ഞാൻ തരുന്നതായിരിക്കും. എന്നിട്ട് സദ പറയുന്നുണ്ട്, അതിന് ആദ്യം ചെയ്യേണ്ടത് ആ ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ നടക്കുന്ന ഹോട്ടലില്ലേ ആ ഹോട്ടലിലേക്ക് നിങ്ങൾ ഏത് രീതിയിലെങ്കിലും കടന്നു കയറുക, ഏതെങ്കിലും ജോലിക്കാരായിട്ടോ സർവീസുകാരായിട്ടോ. എന്നിട്ട് ആ ഹോട്ടലിന്റെ മുക്കുമൂലയെക്കുറിച്ചും ഒരു വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ടാക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് പ്ലാന് വിജയിപ്പിക്കാൻ പറ്റുമോ. അങ്ങനെ അവർ 4 പേരും 2 ടീമായിട്ട് പിരിയാണ്. എന്നിട്ട് ആ ഹോട്ടലിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പതിയെ കളക്ട് ചെയ്യാണ്. അതേ സമയത്ത് ചക്രവർത്തിയിലെ അങ്ങനെയുടെ ടീമുമായിട്ട് ഒരിക്കലും ആ ഒരു ശില കളവ് പോവാതിരിക്കാനായിട്ടുള്ള പ്ലാന് സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതേ ഓഫീസിൽ തന്നെയല്ലേ നമ്മളെ സതയുള്ളത്. രഹസ്യമായിട്ട് അവരുടെ പ്ലാൻ എന്തൊക്കെയാണെന്ന് സതയും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അവരുടെ ഡോക്യുമെന്റിൽ നിന്ന് ആ ഒരു ഹോട്ടൽ ബിൽഡിങ്ങിന്റെ ബ്ലൂ പ്രിന്റ് സതയ്ക്ക് കിട്ടുകയാണ്. അങ്ങനെ ആ ഒരു ബിൽഡിങ്ങിലേക്ക് എങ്ങനെയാണ് കയറേണ്ടത്, എങ്ങനെയാണ് ഇറങ്ങേണ്ടത്, അതുപോലെ കോമ്പറ്റീഷൻ നടക്കുന്ന ഏരിയ, അതൊക്കെ വളരെ വ്യക്തമായിട്ട് അവർ ഓരോരുത്തരും നോട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അനു കോമ്പറ്റീഷന് പോകുമ്പോൾ തന്റെ മകനെയും കൂടി പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അവനെ സേഫ് ആക്കാന് അനു തന്റെ അമ്മയെ വിളിച്ചിട്ട് ഒരാഴ്ചത്തേക്ക് ഞാൻ കോമ്പറ്റീഷന് പോയി വരാം, അതുവരെ എന്റെ മോനെ അമ്മ നോക്കില്ലേ. അമ്മയും അതിന് സമ്മതിക്കാണ്. അതേ സമയത്ത് അനുവിന്റെ ഹസ്ബൻഡില്ലേ അനുവിനെ വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിച്ചേക്ക്, നീ എന്തായാലും ഒരു കോമ്പറ്റീഷന് പോകല്ലേ, ഹാപ്പി ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് പോയിട്ട് വാ,
എന്നാൽ അനുവിന്റെ ഉള്ളിൽ താനിപ്പോ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ തന്റെ ഹസ്ബൻഡിനോട് പറയണമെന്നുണ്ട്, എന്നാൽ പറയാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ ആ ഒരു സങ്കടത്തില് ഫോൺ കട്ടിയാണ്. അങ്ങനെ ശില്പയും അനുവും കൂടി ആ ഒരു ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗം ബൈനോക്കുലർ വെച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അവിടെയാണ് ആ ഒരു കോമ്പറ്റീഷൻ നടത്തുന്ന നമ്മുടെ ആന്റണിയും അതുപോലെ ലവർ ആയിട്ടുള്ള റിയോ നിൽക്കുന്നത്. അതായത് അവരെ എന്തിനാണ് ഇവര് നോട്ടിടുന്നതെന്ന് വെച്ചാല് ഇവർക്കൊരു കാര്യം ഉറപ്പായിട്ടുണ്ട്. ആന്റണിയുടെ ആ ഒരു ബിൽഡിങ്ങിലേക്ക് കയറണമെങ്കിൽ അവർ രണ്ടുപേരുടെയും ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് കടക്കാൻ പറ്റുമോ. ആ കാര്യമൊക്കെ സതയോട് പറയുമ്പോൾ സത പറയുന്നുണ്ട് അത് നമുക്ക് എങ്ങനെയെങ്കിലും കളക്ട് ചെയ്യാം. എന്നാൽ നമ്മൾ ആ ഒരു ശൈലി എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളുടെ ആളുകളെ പിടിക്കപ്പെടുന്ന തോന്നുന്ന സമയത്ത് നമുക്ക് CCTV വിഷ്വൽസ് ഒന്ന് കട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മെർജ് ചെയ്ത് വേറെ വിഷ്വൽസ് ആഡ് ചെയ്യണമെങ്കിൽ ആ ഒരു CCTV സെക്ഷൻ ഒന്ന് ആക്സസ് ചെയ്യണമല്ലോ. അതിനിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ അനു പറയുന്നുണ്ട് അതിന് ഞാനൊരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ കണ്ടിട്ടുണ്ട്. ആ ഒരു പ്രൊഡക്റ്റ് സെൻസർ വെച്ചിട്ട് വർക്കാവുക. അപ്പോൾ ക്ലീനിങ്ങിന് ആ ബിൽഡിങ്ങിലേക്ക് ഒരു ലേഡി പോകാറുണ്ട്. അപ്പോൾ അവർ കൊണ്ടുവന്ന ഐറ്റംസിൽ ആ ഒരു പ്രൊഡക്റ്റ് വെക്കുക. അങ്ങനെ ആ ഒരു ലേഡിയും അതൊന്നും അറിയാതെ ഉള്ളിലേക്ക് പോവാണ്. അതിനുശേഷം ഇവർ റിമോട്ട് വെച്ചിട്ട് ആ ഒരു മെഷീനിലെ അത് കൺട്രോൾ ചെയ്തിട്ട് അവർ കാണാത്ത ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെക്കുകയാണ്. ഇനിയിപ്പോൾ ആ ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഒരു ബിൽഡിങ്ങിലെ CCTV ആക്സസ് ചെയ്യാനും പറ്റും, കട്ട് ചെയ്യാനും പറ്റും, മെറേജ് ചെയ്യാനും പറ്റും. അപ്പോഴാണ് കുറച്ചു നേരത്തെ സത വിളിച്ച ആ ഒരു രേഖയിലെ അവർ തിരിച്ചു വിളിക്കുന്നത്. അപ്പോൾ സത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് താശിയുടെ വസ്തുവല്ലേ, അതിന്റെ മേലെ കൈവച്ചാല് പണി കിട്ടും, എനിക്കത് വേണ്ട. അപ്പോൾ സത പറയുന്നുണ്ട് താശി അത് 700 കോടിക്കാണ് വാങ്ങാൻ പോകുന്നത്, എന്നാൽ നിനക്ക് ഞാനത് തരാം, 350 കോടി തന്നാൽ മതി. ഒന്ന് ശരിക്ക് ചിന്തിച്ചിട്ട് തീരുമാനം എടുക്കുക. അപ്പോൾ രേഖ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, നീ സാധനം എത്തിക്ക്. അതേ സമയത്ത് നമ്മുടെ ടീമിലെ ഇനിയിപ്പോൾ ആന്റണിയുടെ ഫിംഗർ പ്രിന്റ് എങ്ങനെയാ കളക്ട് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ സത പറയുന്നുണ്ട് അവന്റെ ഫിംഗർ പ്രിന്റ് വേണ്ട, തൽക്കാലം അവന്റെ ലവർ ഇല്ലേ റിയ, അവളുടെ ഫിംഗർ പ്രിന്റ് കളക്ട് ചെയ്യാൻ നോക്ക്. അതിന് നിങ്ങൾ 2 ലേഡീസ് പോയാൽ മതി. അങ്ങനെ 2 പേരും ആ ഒരു റിയ അടിച്ച് കിറങ്ങുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ റിയ ആണെങ്കിൽ ഗ്ലാസ്സിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഉറപ്പാണ് ആ ഒരു ഗ്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ അവളുടെ ഫിംഗർ പ്രിന്റ് ഈസിയായിട്ട് എടുക്കാൻ പറ്റില്ലേ. അപ്പോൾ പതിയെ നമ്മുടെ അനുവിലെ റിയയുടെ അരികിൽ വന്ന് പറയുന്നുണ്ട് മേഡം ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാ, കുറെ നാളെ നിങ്ങൾ കാണുമെന്ന് വിചാരിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തോട്ടെ. അപ്പോൾ അവള് പറയുന്നുണ്ട് അതിനകത്ത് എടുത്തോ. അങ്ങനെ പതിയെ അവളുടെ ശ്രദ്ധ തിരിഞ്ഞ സമയത്ത് നമ്മുടെ ശില്പിലെ നൈസായിട്ട് ആ ഗ്ലാസ് മെല്ലെ അവിടെ നിന്ന് അടിച്ചിട്ട് പോവാണ്. എന്നാൽ ആ ഒരു പൊട്ടത്തെയാണെങ്കിൽ റിയ തൊട്ട അതേ സ്ഥലത്ത് തന്നെ അവള് പിടിച്ചുകൊണ്ട് തന്നെ ആ ഒരു ഫിംഗർ പ്രിന്റ് കറക്റ്റ് ആവാണ്. ഇനിയും ആ ഒരു ഗ്ലാസ് മെല്ലെ അവിടെ വെച്ചിട്ട് ഫിംഗർ പ്രിന്റ് എടുക്കാൻ നോക്കുമ്പോൾ അവൾ അറിയാതെ ഗ്ലാസ് നിലത്തിട്ട് പോവാണ്. അപ്പോൾ അനു പറയുന്നുണ്ട് കുരുപ്പേ ഇനി ഞാൻ പോവില്ല, നീ വേണം പോയിട്ട് ഫിംഗർ പ്രിന്റ് അടിച്ചിട്ട് വരാന്. അപ്പോൾ ശില്പി ആണെങ്കിൽ നൈസായിട്ട് പോയിട്ട് റിയോട് പറയുന്നുണ്ട് എനിക്കും നിങ്ങളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ? അതിനെന്താ? അങ്ങനെ റിയ തന്നെ ആ ഒരു ഫോൺ വാങ്ങിയിട്ട് ഫോട്ടോ എടുത്തു കൊടുക്കുകയാണ്. എന്നാൽ ഓൾറെഡി ശില്പ ആ ഫോണിന്റെ പുറത്ത് ഒരു കവർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതില് അവളുടെ ഫിംഗർ പ്രിന്റ് പതിയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നൈസായിട്ട് അവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഫിംഗർ പ്രിന്റ് സെറ്റ് ആയിട്ടുണ്ട്. അടുത്ത സീനില് നമ്മുടെ ബാബുവിലെ അനുവിന്റെ ആ കടയിൽ ഇരുന്നിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ടേബിൾ കണ്ടപ്പോൾ ശില്പ പറയുന്നുണ്ട് നിങ്ങൾ തൽക്കാലം ഇവിടെ നിന്ന് ഒന്ന് മാറിയിരിക്കോ. അപ്പോൾ ബാബു ആണെങ്കിൽ ഇവിടെ ഇരുന്നാലെന്താ, ഞാനിവിടെ തന്നെ ഇരിക്കൂ. എന്നാൽ അവനോട് പറഞ്ഞ കേൾക്കണ്ടേ. മുകളിൽ നിന്ന് ആ ഒരു സീലിംഗിന്റെ ഒരു പീസ് അല്ലെങ്കിൽ താഴെ വീഴാണ്. നേരെ അവന്റെ കയ്യിൽ വീണ്ട് ഗ്ലാസ് പൊട്ടി കയ്യിൽ നല്ല മുറിവാകുന്നുണ്ട്. അങ്ങനെ നേരെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവാണ്. എന്നാൽ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറയുന്നുണ്ട് ഒരാഴ്ചത്തേക്ക് ഇയാൾക്ക് കൈ അനക്കാൻ പറ്റില്ല. അപ്പോൾ സദ ചിന്തിക്കുന്നുണ്ട് പണ്ടാരടങ്ങാനായിട്ട് ഇനിയിപ്പോ ആരാ ലോക്ക് ഓപ്പൺ ചെയ്യുക. അപ്പോൾ സദ തന്റെ ടീമിനോട് പറയുന്നുണ്ട് ഇനി ഇവനെ വിട്ടുവെക്കാൻ പറ്റില്ല. ഓൾറെഡി നമ്മുടെ പ്ലാന് മൊത്തം ഇവൻ അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇവനങ്ങ് തീർത്ത് കളയാം. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് അവനെ കുഴിച്ചു മൂടിയൊക്കെ. എന്നാലേ ബാബു ആണെങ്കിൽ എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ ആരോടും ഒന്നും പറയില്ല, എന്നെ വെറുതെ വിട്ടേക്ക്. അപ്പോൾ അനു പറയുന്നുണ്ട് അയാളെ വിട്ടേക്ക്, നിങ്ങൾക്കിപ്പോ ലോക്ക് ഓപ്പൺ ചെയ്യാൻ ഒരാളെ കിട്ടിയാൽ പോരെ, അതിന് വേറെ വഴിയുണ്ട്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഹീറോയിൻ അനുവിന്റെ അപ്പാർട്ട്മെന്റിൽ ഒരു സെക്യൂരിറ്റി ഇല്ലേ, അങ്ങനെ ഇടക്കിടക്ക് ഓരോ കാറൊക്കെ തുറക്കുന്ന പൈസയൊക്കെ അടിച്ചു മാറ്റുന്ന അയാൾ അതുപോലെ തന്നെ ഒരു കാറിൽ നിന്ന് നൈസായിട്ട് എന്തൊക്കെയോ അടിച്ചു മാറ്റിട്ട് വരുന്നുണ്ട്. അപ്പോൾ സദാ അങ്ങനെ ലോക്ക് ചെയ്ത് പറയുന്നുണ്ട് 25 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കാര്യം ചെയ്തിട്ടാണല്ലോ. അപ്പോൾ അങ്ങേരും ചിന്തിക്കുന്നുണ്ട് 25 ലക്ഷം, പിന്നെതാ ആയിക്കോട്ടെ. അങ്ങനെ നമ്മുടെ പാപ്പൻ സെക്യൂരിറ്റിയും ഇവരുടെ ടീമിൽ ജോയിൻ ചെയ്യാണ്. അങ്ങനെ നമ്മുടെ പാപ്പനും അനുവിനും എങ്ങനെയാണ് വേഗത്തിൽ ഒരു ലോക്കർ ഓപ്പൺ ചെയ്യാന്ന് സദാ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ ഒരു ലോക്കർ ഓപ്പൺ ചെയ്യാണ്. സദാ പ്രതീക്ഷ പോലെ തന്നെ കുറഞ്ഞ ടൈമുണ്ട് അവർക്ക് ആ ലോക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ലേ. അപ്പോൾ പതിയെ സാക്കിറിനെ കൂട്ടിക്കൊണ്ടുപോയി പറയുന്നുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ എന്തായാലും നല്ല രീതിയിൽ തന്നെ അവസാനിക്കും. അവസാനം കയ്യില് ആ ഒരു ശീല കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അധികം വയപ്പിക്കണ്ട, അവരെ 3 പേര് നീ അങ്ങ് തീർത്തേക്ക്. പിന്നെ ആ ഒരു ബാബുല്ലേ അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, അവനെ ഞാൻ തീർത്തോളാം. കാരണം ഇവര് കാരണം ഇനി ഒരിക്കലും ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. പിന്നെ അവർക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു വിഹിതയില്ലേ അത് മുഴുവനായിട്ട് നീ ഒറ്റക്കെടുത്തോ. എന്നിട്ട് സതയാണെങ്കിൽ ഇതുവരെ ഉണ്ടാക്കിയ പ്ലാനുകൾ അതുപോലെ സതയുടെ ഡോക്യുമെന്റ്സ് ഒക്കെ കത്തിച്ച് കളയുന്നുണ്ട്. അതായത് ഓൾറെഡി ആ ഒരു ശീല കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് കയ്യിൽ വരും. പിന്നെ ഈ നാട്ടിൽ നിൽക്കാതെ പുറം നാട്ടിലേക്ക് പോകാനാണ് സദ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ അടുത്ത ദിവസം തന്നെ അവരെല്ലാവരും നമ്മുടെ ഹീറോയിൻ അനുവിന്റെ ഹോട്ടലിൽ മീറ്റ് ചെയ്യാണ്. അപ്പോൾ സദ പറയുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെ ഫോണും എൻ്റെ മൈക്കുമായിട്ട് കണക്ട് ആയിരിക്കണം, കാരണം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ അറിയണം, ഞാൻ നിർദ്ദേശം തരും. അങ്ങനെ അവരൊക്കെ സമ്മതിച്ചിട്ട് ആ ഒരു ദൗത്യത്തിന് ഇറങ്ങാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ അനുവില്ലേ
അവരുടെ മകന് വാങ്ങിയ ഒരു കാറ് സതയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറയുന്നുണ്ട്, ഇതെന്റെ മോന് വാങ്ങിയതാ, ഇനിയിപ്പോൾ എനിക്ക് തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു കാറ് അവന്റെ അമ്മ തന്നാന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കണേ. അടുത്ത സീല് താഷിയും തന്റെ അച്ഛനും കൂടി ആ ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അതേ സമയത്ത് നമ്മുടെ ഡ്രഗ് സ്ക്വാഡ് ചക്രവർത്തിയിലെ അങ്ങനെ ടീമുമായിട്ട് അതേ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഓൾറെഡി ആ ഒരു കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ലൈവിലൂടെ മീഡിയയിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ ശരിക്ക് ജഡ്ജായിട്ടുള്ളത് നമ്മുടെ ആന്റണി, അതുപോലെ ആക്ട്രസ് റിയ, പുതുതായിട്ട് സ്പെഷ്യൽ ഷെഫായിട്ടുള്ള ഫേമസ് ഷെഫ് വിക്രം. അങ്ങനെ അവർ 3 ആളുകളാണ്. വിക്രമിനെ കണ്ടപ്പോൾ നമ്മുടെ അനുവിനെ വല്ലാതെ ഹാപ്പി ആവുന്നുണ്ട്. കാരണം നമ്മുടെ അനുവിന്റെ പാഷനും ഇതുപോലെ കുക്കിങ്ങും ഹോട്ടലൊക്കെ അല്ലേ. ഓൾറെഡി വിക്രമിനെ കുറിച്ച് അവൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒന്ന് കാണണമെന്ന് നമ്മുടെ അനുവിന് കുറെ നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ അനുവും ശില്പയും ഓൾറെഡി ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഉള്ളിലേക്ക് കടക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ള ആളുകൾക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ടെക്നീഷ്യനായ സാഹിറല്ലേ അവന് വെന്റിലേറ്ററിലൂടെ ആ ഒരു ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറാനുള്ള വഴി സെറ്റ് ചെയ്യാണ്. അതുപോലെ നമ്മുടെ പാപ്പനിലെ അങ്ങനെ ക്രെയിൻ വഴി ആ ഒരു ബിൽഡിങ്ങിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ അങ്ങേരും ഉള്ളിലെത്താണ്. അങ്ങനെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവരെ പ്രിപ്പയർ ചെയ്യേണ്ടത് ഏറ്റവും ടേസ്റ്റി ആയിട്ട് വെറൈറ്റി ആയിട്ട് ആർക്കാണ് ചിക്കൻ ബിരിയാണി പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. അങ്ങനെ ആരാണോ അടിപൊളി ബിരിയാണി ഉണ്ടാക്കുന്നത് അവരാണ് വിജയിക്കുക. അവർക്കാണ് ആ ഒരു ട്രോഫി സമ്മാനമായിട്ട് കിട്ടാൻ പോകുന്നത്. ഇപ്പോ ശില്പയും അനുവല്ലേ ആ ഒരു ബിരിയാണി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാലിപ്പോ ഇവർക്ക് രക്ഷപ്പെടണമെങ്കിൽ ആ ഒരു ശില അടിച്ചു മാറ്റി കൊടുത്തല്ലേ പറ്റൂ. അപ്പൊ അനു പറയുന്നുണ്ട്, ശില്പ നീ ഒരു കാര്യം ചെയ്, നീ ബിരിയാണിയുടെ കാര്യം നോക്ക്, ഞാനേ എങ്ങനെയാണ് ആ ഒരു ശില മെല്ലെ അടിച്ചു മാറ്റാൻ പറ്റാൻ നോക്കട്ടെ. അപ്പൊ ശില്പ, അല്ല ഞാൻ ഒറ്റക്ക, നിനക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഞാൻ മൈക്കിലൂടെ പാസ് ചെയ്തുതരാം. എന്നിട്ട് അവളുടെ കൈ മുറിഞ്ഞ പോലെ അഭിനയിക്കുകയാണ്. അപ്പോൾ ജഡ്ജസ് പറയുന്നുണ്ട്, മുറിവിന് മരുന്ന് ചെയ്യാൻ നോക്ക്. ഇനിയിപ്പോ ആ ഒരു ശില വെച്ച സ്ഥലത്തേക്ക് പോകണമെങ്കിൽ എമർജൻസി സ്റ്റെപ്പ് യൂസ് ചെയ്യണം. എന്നാൽ അതിന് ഒരു കാർഡ് ആവശ്യമാണ്. അത് മാനേജറുടെ കയ്യിലാണുള്ളത്. അപ്പോൾ അങ്ങേർക്ക് ഡ്രിങ്ക്സ് കൊടുക്കുന്ന പോലെ നമ്മുടെ അനു നൈസായിട്ട് പോയിട്ട് അയാളുടെ മേത്ത് ഡ്രിങ്ക്സ് ഒഴിക്കുകയാണ്. അയാളുടെ ശ്രദ്ധ തിരിഞ്ഞ ആ ഒരു സെക്കൻഡിൽ ആ ഒരു കാർഡ് അവൾ അടിച്ചു മാറ്റാണ്. അതായത് ആ ഒരു കാർഡ് ഉണ്ടെങ്കിൽ എമർജൻസി സ്റ്റെപ്പിലൂടെ മുകളിലേക്ക് കയറിപ്പോകാൻ പറ്റൂ. സാധാരണ സ്റ്റെപ്പ് യൂസ് ചെയ്താലോ അല്ലെങ്കിൽ ലിഫ്റ്റ് യൂസ് ചെയ്താലോ ഉറപ്പായിട്ടും CCTV ക്യാമറയിൽ പെടുകയും ചെയ്യും, പണി പാളുകയും ചെയ്യും. എന്നാൽ എമർജൻസി ആകുമ്പോൾ ആരും നോട്ട് ചെയ്യില്ല. അങ്ങനെ പാവമനു കഷ്ടപ്പെട്ട് അവസാനം 12ാമത്തെ നിലയിൽ എത്തിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് നമ്മുടെ സതയിലെ ഓരോ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. 12ാമത്തെ നിലയിലെത്തിയപ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, അവിടെ ഒറ്റ ക്യാമറയുള്ളൂ. ആ ക്യാമറയുടെ നേരേക്ക് ഓൾറെഡി നിന്റെ കയ്യിൽ തന്നിട്ടുള്ള ആ ഒരു ലേസർ ലൈറ്റില്ലേ അത് അടിച്ചോ. പിന്നീട് അതിൽ വിഷ്വല് നല്ല ബ്ലറായിട്ട് ക്യാപ്ചർ ചെയ്യോ. നിന്നെയോ അല്ലെങ്കിൽ ആരെങ്കിലും കയറിയത് ആർക്കും ഐഡന്റിഫൈ ചെയ്തെടുക്കാനേ പറ്റില്ല. അങ്ങനെ ആ ഒരു ക്യാമറയിലേക്ക് അനുവും ലേസർ ലൈറ്റ് അടിക്കാണ്. അങ്ങനെ ഗ്ലിച്ചായ ആ ഒരു സെക്കൻഡിലെ അനു മെല്ലെ അപ്പുറത്തേക്ക് പാസ് ചെയ്യാണ്. അതേ സമയത്ത് നമ്മുടെ സെക്യൂരിറ്റി പാപ്പനില്ലേ അങ്ങനെ ആ ഒരു ക്രെയിൻ ഓപ്പറേറ്റർ മുകളിലൊരു സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങേരും ആ ഒരു റൂമിലേക്ക് ഇറങ്ങാണ്. എന്നാൽ നമ്മുടെ അനുവിലെ റൂമിലെത്തി നോക്കുമ്പോൾ അവിടെ നമ്മുടെ പാപ്പനെ കാണുന്നില്ല. പാപ്പനുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് രണ്ടാൾക്കും ആ ഒരു ലോക്കർ ഓപ്പൺ ചെയ്യാൻ പറ്റൂ. എന്നാൽ ക്രെയിൻ ഓപ്പറേറ്റർ പാപ്പനെ താഴത്തെ നിലയിലാണ് ഇറക്കിയിട്ടുള്ളത്. പണി പാളിയെന്ന് അനുവിനും സതയ്ക്കും മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? അപ്പൊ സതയാണെങ്കിൽ അനു ഇനി അധികം സമയമില്ല, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യണം. അപ്പൊ അനുവില്ലേ ഒരു ടേബിൾ വെച്ചു കൊടുത്തിട്ട് പാപ്പനോട് പറയുന്നുണ്ട്, ധൈര്യമായിട്ട് മുകളിലേക്ക് കയറിക്കോ, ഞാൻ നിങ്ങളെ പിടിച്ചോളാം. എന്നാല് പാപ്പന് നല്ല പേടിയുണ്ട്. പിന്നെ എന്ത് ചെയ്യാനാ? അങ്ങനെ കഷ്ടപ്പെട്ട് അവസാനം അങ്ങേര് മുകളിൽ എത്തുകയാണ്. ഇനിയിപ്പോ അധികം സമയമില്ല. അതുകൊണ്ട് തന്നെ സാഹിർ CCTV വിഷ്വല് കുറച്ച് നേരത്തെ കട്ട് ചെയ്യും. ആ കിട്ടുന്ന സമയത്തില് നിങ്ങൾ ഉടനെ മുകളില് ആന്റണിയുടെ ഫ്ലാറ്റിൽ എത്തിയ ശേഷം വേഗം തന്നെ ആ ഒരു ശീല അവിടെ നടിച്ചു മാറ്റുക. അങ്ങനെ അവര് മുകളിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് ആന്റണിയുടെ ഫോണിലെ CCTV വിഷ്വലില്ലേ അത് കട്ടായ കാര്യം മെസ്സേജിലൂടെ റിമൈൻഡർ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങേരും എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ ആക്ട്രസ് ആയ റിയ പറയുന്നുണ്ട്, എന്ത് പ്രശ്നം ഉണ്ടാവന്, ചെറിയ എന്തെങ്കിലും ഗ്ലിച്ച് ആയിരിക്കും. അത്രയും വലിയ സെക്യൂരിറ്റി ഒക്കെ തകർത്തിട്ട് ആർക്കെങ്കിലും മുകളിലെത്താൻ പറ്റുമോ? നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട. എന്നാൽ അതേ സമയത്ത് നമ്മുടെ അനുവും പാപ്പനും ആന്റണിയുടെ റൂമിൽ എത്തിയിട്ടില്ലേ. അങ്ങനെ ആ ഒരു ലോക്കർ കണ്ടെത്തിയിട്ട് അത് ഓപ്പൺ ചെയ്യാനുള്ള പരിശ്രമത്തിലാണ്. അപ്പോഴാണ് നമ്മുടെ അനുവില്ലേ എന്തോ കണ്ടിട്ട് ഭയപ്പെട്ട് നിൽക്കുന്നേ. അപ്പൊ സത ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയേ? അപ്പൊ അനു പറയുന്നുണ്ട്, ഇവിടെ ഒരു വലിയ നായുണ്ട്. അപ്പോ സത ചോദിക്കുന്നുണ്ട്, നീ ടെൻഷൻ അടിക്കണ്ട, കാമായിട്ട് അത് ഏത് തരത്തിലുള്ള നായെന്ന് പറ. അപ്പൊ അനുവാണെങ്കിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഓൾറെഡി നമ്മുടെ സത ഒരു പോലീസുകാരനല്ലേ, അങ്ങേർക്ക് നായൊക്കെ ട്രെയിൻ ചെയ്തിട്ട് നല്ല പരിചയമാണ്. അപ്പോൾ അനുവിനോട് പറയുന്നുണ്ട്, നീ ടെൻഷൻ ആവാതെ പതിയെ നിലത്ത് 2 തട്ടുകെട്ട്, അത് അരികിലെത്തുമ്പോൾ അതിന്റെ തലയിൽ മെല്ലെ തലോടിയാൽ മതി, അതൊന്നും ചെയ്യില്ല. അതുപോലെ അനു നിലത്ത് തട്ടുമ്പോൾ ആ ഒരു നായ പതിയെ അരികിൽ വരുന്നുണ്ട്. അങ്ങനെ തല തടവുമ്പോൾ അതും വളരെ കാമായിട്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു നായ അടുത്ത റൂമിലേക്ക് പോകുന്നുണ്ട്. ഇനിയിപ്പോ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഫ്രീ ആയിട്ട് അവർ ആ ലോക്കർ ഓപ്പൺ ചെയ്യാണ്. അതേ സമയത്ത് നമ്മുടെ അനു എന്തൊക്കെയാണ് ചെയ്യുന്നത് എല്ലാ കാര്യവും ശില്പയോട് പറയുന്നുണ്ട്. അതുപോലെ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കേണ്ടത് അതിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവസാനം ശില്പ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജഡ്ജസ് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അത് വെക്കുകയും ചെയ്യാണ്. അതേസമയത്ത് അനു നമ്മുടെ പാപ്പനും ആ ഒരു ലോക്കർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സത എന്താ പറഞ്ഞ് ആ ഒരു ശില എടുത്തിട്ട് അലക്കാനുള്ള തുണിയൊക്കെ
തുണിയൊക്കെ ലോണ്ടറിയൊക്കെ താഴത്തേക്ക് വരുന്നൊരു സ്ഥലമുണ്ട്, അവിടെ വെക്കാനാണ്. അതുപോലെ തന്നെ അവരതവിടെ വെക്കുകയാണ്. ആ ഒരു ശില താഴെ നിന്ന് കളക്ട് ചെയ്യാൻ ശില്പയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ അത് താഴെ വീണപ്പോ അത് പൊട്ടിയിട്ട് 2 പീസായി പോവാണ്. എന്നാൽ ശില്പയ്ക്ക് അതെന്താ പൊട്ടിയെന്ന് മനസ്സിലാകുന്നില്ല. ആ ഒരു കാര്യം സതയോട് പറഞ്ഞിട്ട്, സാറേ നിങ്ങൾ പറഞ്ഞ പോലെ ഇതിന്റെ ഉള്ളിൽ ഒരു പൗഡറും ഇല്ല. അപ്പോ സതയ്ക്ക് എന്താ സംഭവിച്ചെന്നറിയാതെ ഷോക്കായി നിൽക്കുകയാണ്. ആ ഒരു കാഴ്ച ശില്പ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ആന്റണിയുടെ ഒരു അടയാളം വരുന്നുണ്ട്. അവൻ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ നീ ഇവിടെ എന്താ ചെയ്യുന്നത്? അപ്പോഴാണ് അവളുടെ കയ്യിലെ ആ ഒരു ശില അങ്ങനെ കാണുന്നത്. ശില്പയെ ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ അതിനുള്ളിൽ അനു അങ്ങോട്ട് വന്നിട്ട് അവളെ തലക്കൊന്ന് കൊടുക്കുന്നുണ്ട്. അതില് അവന്റെ ബോധം പോയിട്ടുണ്ട്. അപ്പോൾ അനുവിനോട് ശില്പ പറയുന്നുണ്ട്, ചേച്ചി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് മൊത്തം വേസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഈ ഒരു ശിലയിലെ അത് ഒറിജിനലൊന്നുമല്ല, അത് ഫേക്കാ. ചിലപ്പോ ഒറിജിനല് ഓൾറെഡി ആരെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിലോ. അതേ സമയത്ത് ആ ബിൽഡിങ്ങിന്റെ പാർക്കിങ്ങില് മാണിക്യവും അവന്റെ ആൾക്കാരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ ഒരു കാഴ്ച അതിലെ വന്ന നമ്മുടെ സാഹിറിലെ അവനും കാണുകയാണ്. ആ ഒരു കാര്യം ഉടനെ തന്നെ നമ്മുടെ സതയെ വിളിച്ച് പറഞ്ഞിട്ട്, മാണിക്യം മധുരയിലെ ഒരു ഗ്യാങ്സ്റ്ററാ, അവൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല, എന്തോ പ്ലാൻ ഉണ്ട്. ഇവിടെ ഇപ്പോ വിലമതിക്കാനാവാത്ത ആകെ ഒരു വസ്തു ആ ശീലയല്ലേ, ഇനിയിപ്പോ അവന് വന്നത് അതിനായിരിക്കോ? അപ്പോ സതയും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുകയാണ്. അതായത് ആ ഒരു ആന്റണിയുടെ റൂമിലെ ലോക്കറിന്റെ ഉള്ളില് ഫേക്ക് ആയിട്ടുള്ള ശീലയായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഓൾറെഡി ഒറിജിനൽ ശീല ആരോ മാറ്റിയിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും ആന്റണിയുടെ ഗ്യാങ്ങിൽ ആരോ ആയിരിക്കും. അപ്പോഴാണ് ശരിക്കും എന്താണ് സംഭവിച്ചെന്നുള്ള ആ ഒരു ട്വിസ്റ്റ് നമ്മൾ കാണുന്നത്. അതായത് ഈ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നതിനെ കുറിച്ച് ആന്റണി മീഡിയയിൽ സംസാരിച്ചുകൊണ്ടിരുന്നില്ലേ, അതേ സമയത്ത് ആക്ട്രസ് റിയയുടെ അരികിലേക്ക് ഒരാൾ വരികയാണ്. അതായത് ഇങ്ങേര് ഒരു ഡയറക്ടറാണ്. അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ എന്റെ കഴിഞ്ഞ പടത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്താ വരാതിരുന്നേ? അപ്പൊ റിയ പറയുന്നുണ്ട്, എന്നെ ആരും വിളിച്ചിട്ടില്ല. അപ്പൊ അങ്ങേര് പറയുന്നുണ്ട്, ഞാന് നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ആന്റണിയില്ലേ, അവനോട് പറഞ്ഞിരുന്നു. അപ്പൊ അവൻ പറഞ്ഞത് നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ല എന്നാണല്ലോ. അപ്പൊ റിയ ചോദിക്കുന്നുണ്ട്, ആന്റണി അങ്ങനെ പറഞ്ഞോ? ആ സത്യമായിട്ടും പറഞ്ഞു എന്ന്. ശരിക്ക് ആന്റണിയുടെ യഥാർത്ഥ പ്ലാൻ എന്താന്ന് വെച്ചാല് ഇവളെ ഒരു സിനിമയിൽ അഭിനയിപ്പിച്ച് ഇവൾക്ക് നല്ലൊരു കരിയർ ഉണ്ടായി കൊടുക്കണമെന്നേ അല്ല, അവന്റെ ലൈഫ് ടൈം മുഴുവനായിട്ട് ഇവളെ ഒരു കീപ്പിനെ പോലെ അവന്റെ കൂടെ തന്നെ വെക്കാനാണ്. എന്നാൽ ഇപ്പോഴാണ് റിയയ്ക്ക് ആന്റണിയുടെ മനസ്സിലിരിപ്പ് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. കൂടെ നിന്നിട്ട് കുതുകാല് വെട്ടുന്ന അവനൊരു പണി കൊടുക്കണമല്ല, അപ്പൊ എന്തെങ്കിലും ചെയ്യാനേ. അങ്ങനെ മധുരയിലെ മാണിക്കത്തെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, എന്നെ നായികയാക്കിയിട്ട് ഒരു സിനിമ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? അപ്പൊ അയാള് പറയുന്നുണ്ട്, അതിന് അത്രത്തോളം പൈസയൊന്നും എന്റെ കയ്യിലില്ല. അപ്പൊ റിയ പറയുന്നുണ്ട്, അതോർത്ത് ടെൻഷൻ അടിക്കണ്ട, പൈസക്കുള്ള വഴി ഞാൻ കണ്ടോളാം. അങ്ങനെയാണ് 700 കോടിയുടെ ആ ഒരു മയക്കുമരുന്ന് 1000-ന് മാണിക്കത്തിന് വെക്കാന് റിയ തന്നെ ആന്റണിയോട് പറയുന്നതും ആ ഒരു ഡീൽ ഉറപ്പിച്ചു കഴിഞ്ഞ് അവസാനം ശില കൈമാറൂലേ, അതിനുശേഷം ആന്റണി തീർത്ത് കളഞ്ഞിട്ട് രക്ഷപ്പെട്ടു പോകാനായിരുന്നു അവള് പ്ലാൻ ചെയ്തത്. എന്നാൽ അതിനിടയിലല്ലേ ഇവളുടെ പ്ലാനൊക്കെ തെറ്റിച്ചുകൊണ്ട് നമ്മുടെ ടാസി അവന്റെ ആളുകളെ കൊണ്ട് ആന്റണിയെ മസാജ് സെന്ററിൽ വെച്ച് ഭീഷണിപ്പെടുത്തുന്നതും അവസാനം ടാസിക്ക് തന്നെ 700 കോടിക്ക് ആ ഒരു വസ്തുക്കൾ കൊടുക്കാന്ന് അവൻ സമ്മതിക്കുന്നതും. മാണിക്യം ചോദിക്കുന്നുണ്ട്, അല്ല നമ്മുടെ പ്ലാനൊക്കെ കയ്യിൽ പോയില്ലേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അപ്പൊ അവള് പറയുന്നുണ്ട്, അതിന് വേറൊരു വഴിയുണ്ട്. അതായത് ഓൾറെഡി ആന്റണി വെച്ചിട്ടുള്ള ആ ഒരു ഒറിജിനൽ ശീലയിലെ അതിന്റെ ഒരു ഫേക്ക് ശീല ഞാൻ ഉണ്ടാക്കിയിട്ട് ആ ഒരു ലോക്കറിൽ വെച്ചോളാം. ഇനി കോമ്പറ്റീഷൻ നടക്കൂലേ, അന്നത്തെ ദിവസം സെക്യൂരിറ്റീസ് ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ കുറച്ച് ആൾക്കാരെയും കൂട്ടി വന്നിട്ട് ഈസി ആയിട്ട് ആ ഒരു ലോക്കറിൽ നിന്ന് ആ ഒരു ശില അടിച്ചു മാറ്റിയിട്ട് പോയാൽ മതി. അവസാനം ടാഷിക്ക് ശില കൈമാറാന് ആന്റണി വിളിപ്പിക്കും. അത് ഫേക്കാന്നറിയുമ്പോൾ ടാഷി തന്നെ അവനങ്ങ് തീർത്തോളും. അങ്ങനെ ഇതൊക്കെ റിയ പ്ലാൻ ചെയ്തതാണെന്ന് നമ്മുടെ ബുദ്ധിശാലിയായ പോലീസുകാരൻ സതയ്ക്കും മനസ്സിലായിട്ടുണ്ട്. സത പറയുന്നുണ്ട്, ആ ഒരു ശില കോമ്പറ്റീഷൻ നടക്കുന്ന അതേ സ്ഥലത്തുണ്ട്. ഇനി അനു നീ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല, ആ ഒരു ശില അതെനിക്ക് കിട്ടിയേ മതിയാവും. അപ്പൊ അവള് ചോദിക്കുന്നുണ്ട്, അത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് ഞാൻ എങ്ങനെയാ ശില എടുക്കുക? എനിക്കത് പറ്റില്ല. അപ്പോ സത പറയുന്നുണ്ട്, നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞാല് ശരിയാവില്ലല്ലോ. നിന്റെ ഹോട്ടലിൽ ഇപ്പോ ഒരു 30 ആളുകള് ഫുഡ് കഴിക്കുന്നുണ്ട്. അതുപോലെ നീ നിന്റെ അമ്മയുടെ അരികിലെ നിന്റെ മകനെ വീട്ടിലാക്കിയിട്ടല്ലേ വന്നേ? അവിടെ 2 സ്ഥലത്തും ഞാൻ ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വാശി പിടിച്ചാല് ഞാൻ പൊട്ടിക്കും. എന്നാൽ അനുവിന് മറുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അവസാനം അനു പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം. അങ്ങനെ ഓൾറെഡി കോമ്പറ്റീഷൻ കഴിഞ്ഞില്ലേ, അവസാനം റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് ഒരു ചെറിയ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അതിൽ ഡാൻസ് കളിക്കുന്നത് റിയാണ്. ആ ഒരു കാഴ്ച താഴെ നിന്നിട്ട് ആന്റണി വാച്ച് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് പതിയെ ആ ഒരു സ്ഥലം പോലീസ് ചുറ്റി വളയാണ്. അതിനുള്ളിൽ അങ്ങോട്ടേക്ക് നമ്മുടെ ടാഷിയും ആളുകളും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേ സ്ഥലത്തേക്ക് നമ്മുടെ അനുവില്ലേ, അവളും വരികയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഡാൻസ് കളിക്കുന്ന ആളുകളെ പോലെ ഗെറ്റപ്പൊക്കെ മാറ്റിയിട്ട് അവരുടെ കൂടെ മിങ്കിളാവുന്നുണ്ട്. അങ്ങനെ നൈസായിട്ട് പതി ആ ഒരു ട്രോഫിയുള്ള സ്ഥലത്തേക്ക് എത്താണ്. അവിടെ എത്താനായപ്പോ സാഹിറിനോട് ഇൻഫോം കൊടുക്കുന്നുണ്ട്, കറണ്ട് ഇപ്പൊ കട്ട് ചെയ്തോ. കട്ടായെന്ന് ഉറപ്പായപ്പോ ആ ഒരു ഫേക്ക് ശീല മാറ്റി വെച്ചിട്ട് ഒറിജിനല് മെല്ലെ അടിച്ചു മാറ്റുന്നുണ്ട്. അങ്ങനെ കറണ്ട് വന്ന ശേഷമാണ് ആക്ട്രസ് റിയയിലെ ആ ഒരു ശില നോക്കുന്നത്. അപ്പോൾ ആ ഒരു പൊട്ടിയ ശില ഒട്ടിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഒറിജിനല് ആരും അടിച്ചിട്ട് പോയിട്ടുണ്ടെന്ന് ഉറപ്പായപ്പോ ഉടനെ തന്നെ മാണിക്കത്ത് വിളിച്ചു പറയുന്നുണ്ട്, വേഗം തന്നെ മുകളിലേക്ക് കയറുക, ഒറിജിനല് ശില ആരോ കൊണ്ടുപോയിട്ടുണ്ട്. അവനും അവന്റെ ആൾക്കാരെ കൂട്ടിയിട്ട് മുകളിലേക്ക് വരുന്നുണ്ട്. അതിനുള്ളിൽ പോലീസ് ടീമില്ലേ, അവര് മുഴുവനായിട്ട് നമ്മുടെ ടാഷിയെ ചുറ്റി വളയാണ്. അതായത് കുറെ വർഷമായിട്ട് നമ്മുടെ ആന്റി ഡ്രഗ്സ് സ്ക്വാഡിലെ ടാഷിയെ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഇപ്പോൾ കൈയോടെ കിട്ടിയില്ലേ. അപ്പോൾ ആന്റണിക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, തന്റെ ലവറായിരുന്ന റിയ തനിക്ക് മുട്ടം പണിയാതിട്ടുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗണ്ണ് ചൂണ്ടിവെക്കുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നീ എന്നെ ചതിക്കായിരുന്നില്ലേ?
അപ്പൊ റിയ പിന്നെ നീയും എന്നെ ചതിച്ച് നിന്റെ ആവശ്യത്തിന് ഉപയോഗിക്കായിരുന്നില്ലേ? അങ്ങനെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗൺ പോയിന്റ് ചെയ്ത് നിൽക്കുമ്പോൾ താശി പറയുന്നുണ്ട് നമുക്ക് എന്താണെങ്കിലും ഇരുന്ന് സംസാരിക്കാം. എന്നാൽ അവരുടെ സൈഡിലായിട്ട് നമ്മുടെ അനു ഒളിച്ചു നിൽക്കുന്നുണ്ട്. അവൾ പതിയെ ഒരു ട്രോളി തള്ളിയിട്ട് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അറിയാതെ അവിടെ ഉണ്ടായിരുന്നൊരു മ്യൂസിക് സിസ്റ്റമില്ലേ അതിൽ തട്ടിപ്പോവാണ്. അതിൽ സിസ്റ്റം ഓൺ ആയിട്ടുണ്ട്. അവർ വലിയ ശബ്ദം കേട്ടപ്പോൾ ഗണ്ണും പിടിച്ചിരുന്ന എല്ലാ ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും അലർട്ടായിട്ട് അവര് തമ്മിൽ ഷൂട്ട് ചെയ്യാണ്. അവിടെ വലിയ ഗൺഫെയർ നടക്കുമ്പോൾ പല ആളുകളും മരണപ്പെട്ടു പോകുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ എങ്ങനെയെങ്കിലും വെടിയേൽക്കാതെ നമ്മുടെ അനു രക്ഷപ്പെടാൻ നോക്കാണ്. അപ്പോഴാണ് നമ്മുടെ അനുവിന്റെ കയ്യിലുള്ള ആ ഒരു ശിലയിലെ അത് അവർ കാണുന്നത്. അപ്പോൾ അവര് അനുവിന് നേരെ തിരിയാണ്. ഓൾറെഡി ഈ ഒരു കോമ്പറ്റീഷൻ മുഴുവനായിട്ട് മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ജനങ്ങൾ കാണുകയല്ലേ. അപ്പോൾ അവിടെ നടക്കുന്ന ആ ഒരു ഗൺഫയറും ആ ഒരു ഇഷ്യൂസ് ഒക്കെ മീഡിയയിലൂടെ നമ്മുടെ അനുവിന്റെ ഹസ്ബൻഡ് കാണുന്നുണ്ട്. ഉടനെ തന്നെ അനുവിനെ വിളിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ അവളുടെ ഫോണ് കയ്യിൽ നിന്ന് തെറിച്ച് ദൂരെ പോയിട്ടുണ്ട്. ഈ കാഴ്ചയാണ് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടത്. ആ ഒരു ഗൺഫയറിലെ ആകെ ബാക്കിയായത് താശിയും അവന്റെ ആൾക്കാരും മാത്രമാണ്. അനുവിന്റെ നെറ്റിയിൽ കണ്ണുവെച്ചിട്ട് അവളെ തീർക്കാൻ നോക്കുമ്പോൾ അതിനുള്ളിൽ നമ്മുടെ ആന്റണിയുടെ ഡോഗിനെ ഹീറോ കുറച്ചു നേരത്തെ തടയി കൊടുത്തിരുന്നില്ലേ, ആ ഒരു ഡോഗ് പാഞ്ഞു വന്ന് താശിയുടെ നേരക്ക് ചാടുകയാണ്. അവന്റെ കയ്യിൽ നിന്ന് ഗണ്ണ് തെറിച്ച് നമ്മുടെ അനുവിന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കിട്ടിയ സെക്കൻഡിലെ താശിയുടെ എല്ലാ ആളുകളെയും അവള് ഷൂട്ട് ചെയ്ത് കൊന്നു തള്ളുകയാണ്. എന്നിട്ട് നമ്മുടെ അനുവും പാപ്പനും അതുപോലെ ശില്പിയും അവിടുന്ന് വേഗത്തില് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ നേരെ നമ്മുടെ സാഹിറിലെ അവന്റെ കാറിലേക്ക് കയറാൻ നോക്കുമ്പോൾ അവനാണെങ്കിലേ ഗണ്ണ് പുറത്തെടുത്തിട്ട് അവരുടെ നേരക്ക് ചൂണ്ടുന്നുണ്ട്. അപ്പൊ അനു ചോദിക്കുന്നുണ്ട് അല്ല നീ എന്താ ചെയ്യുന്നേ? അപ്പോൾ അവൻ പറയുന്നുണ്ട് ചേച്ചി എന്നോട് ക്ഷമിച്ചേക്ക്, സദാ എനിക്ക് ഓർഡർ തന്നതാണ് ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളെ തീർത്ത് കളയാന്. നമ്മുടെ ടീമാണെങ്കിൽ ഭയന്ന് നിൽക്കുമ്പോൾ ആരൊരാള് സാഹിറിനെ ഷൂട്ട് ചെയ്യാണ്. നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല നമ്മുടെ താശിയാണ്. അവനാണെങ്കിൽ അലറി പറയുന്നുണ്ട് നിങ്ങൾ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എന്നാൽ നമ്മുടെ അനുവാണെങ്കിൽ ഡ്രൈവിംഗ് കുറച്ച് പഠിച്ചല്ലേ, ഭയങ്കരമായിട്ട് ഡ്രൈവ് ചെയ്യുന്നൊക്കെ തള്ളി മറിച്ചതുമാണ്. അവള് ഡ്രൈവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ പഴയ പോലെ തന്നെ എങ്ങനെയൊക്കെ ഉരുട്ടിയിട്ട് കൊണ്ടുവന്നുണ്ട്. അവസാനം അവൾക്ക് കൺട്രോൾ കിട്ടിയിട്ട് അവള് മാസമായിട്ട് വണ്ടി എടുത്ത് പായുന്നുണ്ട്. അതിനുള്ളിൽ താശി ചാടി വണ്ടിയുടെ മുമ്പിൽ കയറുകയാണ്. അങ്ങനെ അവരെ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ അനുവിലെ വൈബർ ഓൺ ചെയ്യാണ്. അതിൽ അവന്റെ ഗണ്ണ് തെറിച്ച് ദൂരെ പോയിട്ടുണ്ട്. താശിയാണെങ്കിൽ ദേഷ്യത്തില് അവർ ഗ്ലാസ് ഇടിച്ചു പൊടിച്ചിട്ട് അവരാക്രമിക്കാൻ നോക്കുമ്പോൾ ശില്പ അവന്റെ കൈ പിടിക്കുകയാണ്. അനു പറയുന്നുണ്ട് ശില്പ വിടാതെ പിടിച്ചോ, ഞാൻ പറയുമ്പോൾ വിട്ടാൽ മതി. അങ്ങനെ അനു ആണെങ്കിൽ നല്ല സ്പീഡിൽ കാർ ഓടിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദൂരത്തിയപ്പോൾ ശില്പ ഇനി നീ വിട്ടോ, കൈ വിട്ടതേ ഉള്ളൂ, അവൻ തെറിച്ച് പറന്നു പോകുന്നുണ്ട്. ഓൺ ദ സ്പോട്ടിൽ ടാസി ഗ്രീസ് ആയിട്ടുണ്ട്. അങ്ങനെ അവസാനം അവര് 3 പേരും രക്ഷപ്പെട്ട് നേരെ നമ്മുടെ അനുവിന്റെ ഹോട്ടലിലേക്ക് വരികയാണ്. എന്നാൽ സതയാണെങ്കിൽ അവരെ 3 പേരെ ഒന്നിച്ച് കണ്ടപ്പോൾ ഷോക്കായി പോകുന്നുണ്ട്. കാരണം ഓൾറെഡി സാഹിറിനോട് അവരെ തീർക്കാൻ പറഞ്ഞല്ലേ. അനു പറയുന്നുണ്ട് ഞങ്ങൾക്ക് സാഹിറെ രക്ഷിക്കാൻ പറ്റിയില്ല. അപ്പോൾ സദാ അത് കുഴപ്പമില്ല, ആ ഒരു ശില നിനക്ക് കിട്ടിയില്ലേ? അപ്പൊ അനു പറയുന്നുണ്ട് അത് കിട്ടി, അപ്പൊ അതെവിടെ? എന്നാൽ അനു മറുത്തൊന്നും പറയാതെ നല്ല മാസായിട്ട് അവന്റെ മുമ്പിലിരുന്ന് കാലിന്റെ മേലെ കാല് കയറ്റി വെക്കുകയാണ്. എന്നാൽ അനു എന്താ ചെയ്യുന്നത് സദയ്ക്ക് മനസ്സിലാവുന്നില്ല. അവള് ബാബുവിനോട് വിളിച്ചു പറയുന്നുണ്ട് ബാബു നീയേ നമ്മുടെ സാറിന് കുറച്ച് ബൂരി എടുത്തിട്ട് വാ. അങ്ങനെ ബാബു ബൂരി കൊണ്ടിരുന്നുണ്ട്. അതായത് നിന്റെ പ്ലാനിന് എനിക്ക് താല്പര്യമില്ല എന്നല്ലേ ബൂരി കൊടുത്താലുള്ള അർത്ഥം. അനു പറയുന്നുണ്ട് നിന്റെ പ്ലാനൊക്കെ സദാ ഓൾറെഡി ഞങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവൻ ചോദിക്കുന്നുണ്ട് അതിന് വ്യക്തമായിട്ടുള്ള പ്രൂഫ് നിന്റെ കയ്യിലുണ്ടോ? എല്ലാ തെളിവുണ്ട്, അതൊക്കെ കൊടുത്തിട്ടുമുണ്ട്. പറഞ്ഞു തീർന്നില്ല, പോലീസ് അവനെ ചുറ്റി വളയാണ്. അതായത് നമ്മുടെ അനുവിലെ കോമ്പറ്റീഷന് പോകുന്നതിന് മുമ്പ് സദയുടെ കയ്യിൽ തന്റെ മകന് കൊടുക്കാനായിട്ടൊരു കാറ് കൊടുത്തിരുന്നില്ലേ, അതിന്റെ ഉള്ളിൽ ഒരു മൈക്ക് സെറ്റ് ചെയ്തിരുന്നു. ആ ഒരു മൈക്കിലൂടെ ഇവന്റെ പ്ലാനൊക്കെ ഓൾറെഡി റെക്കോർഡായിട്ടുണ്ട്. അങ്ങനെ സദ പെട്ടു. അപ്പൊ സദ പറയുന്നുണ്ട് നീ മറന്നുപോയോ, ഈ ഒരു ഹോട്ടലിലും നിന്റെ വീട്ടിലും ഞാൻ ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒറ്റ സ്വിച്ച് മതി എല്ലാം പൊട്ടി തെറിക്കാന്. അങ്ങനെ അവൻ പ്രസ് ചെയ്യുമ്പോൾ അനു പറയുന്നുണ്ട് സാറേ ഓൾറെഡി നമ്മളത് കട്ട് ചെയ്തു, വീട്ടിലത്തെയും കട്ട് ചെയ്തു. സാറ് ഇത്രത്തോളം പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട് പ്ലാൻ ചെയ്യണ്ടേ രക്ഷപ്പെടാനാ? നിങ്ങളുടെ കൂടെ നിന്ന ബാബുവിനെ നിങ്ങൾ തീർക്കാൻ നോക്കിയില്ലേ, അപ്പോൾ നമ്മളെ ബാബുവാണ് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ ആ ഒരു ശില പോലീസിന്റെ കയ്യിൽ നമ്മുടെ അനു ഏൽപ്പിക്കാണ്. അവസാനം സതയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ അനുവിനാണെങ്കിൽ നല്ല മുറിവ് പറ്റിയിട്ടില്ലേ, മുറിവിന് മരുന്നൊക്കെ കിട്ടിയിട്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കുമ്പോൾ തന്റെ ഭാര്യയ്ക്ക് മുറിവ് പറ്റി തെറിഞ്ഞിട്ട് ഹസ്ബൻഡ് അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അപ്പോൾ അനു ഹസ്ബൻഡിനെ കണ്ടപ്പോൾ സോറി ചോദിക്കാൻ തുടങ്ങാണ്. അപ്പോൾ ഹസ്ബൻഡ് പറയുന്നുണ്ട് നീ സോറി ഒന്നും ചോദിക്കണ്ട, നീ ചെയ്തതൊരു വലിയ കാര്യമാണ്, നിന്റെ ഉള്ളിലുള്ള കഴിവുകൾ ശരിക്കും ഞാൻ കണ്ടില്ല, മനസ്സിലാക്കിയില്ല. അങ്ങനെ ഹസ്ബൻഡ് അനുവിനെ ഹഗ് ചെയ്യാണ്. ഓൾറെഡി നമ്മുടെ അനു ആണെങ്കിൽ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതുപോലെ പോലീസിന് വലിയ കള്ളക്കടത്തുകാരെയൊക്കെ പിടിച്ചും കൊടുത്തില്ലേ. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ ഒരു പാർട്ടി നടത്തുകയാണ്. അങ്ങനെ ഹോട്ടലിൽ വെച്ചിട്ട് എല്ലാ ആളുകൾക്കും ഭക്ഷണം വിളമ്പുമ്പോൾ അനുവിനെ കാണാനായിട്ട് ഫേമസ് ഷെഫ് ആയിട്ടുള്ള നമ്മുടെ വിക്രം വരികയാണ്. അങ്ങനെ കണ്ടപ്പോൾ ഹാപ്പി ആയിട്ട് അനു പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാ. അപ്പോൾ വിക്രം പറയുന്നുണ്ട് ആ ഒരു കോമ്പറ്റീഷനിലെ ഫസ്റ്റ് പ്രൈസ് ആർക്കാ കിട്ടിയ? അത് ശില്പി ഉണ്ടാക്കിയ ആ ഒരു ബിരിയാണിക്കല്ലേ? എന്നാൽ അത് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് അവൾ ഉണ്ടാക്കിയതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. വിക്രം പറയുന്നുണ്ട് ഞാൻ എൻ്റെ പുതിയൊരു ഹോട്ടലിൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാം. അങ്ങനെ ഒരു ബ്ലാങ്ക് ചെക്ക് അവളുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ അനു ആണെങ്കിൽ ഞാനൊന്ന് ചിന്തിച്ച് പറയാമെന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് അനുവിന് മറ്റൊരു കോൾ വരുന്നുണ്ട്. അതായത് ആന്റി ഡ്രഗ്സ് സ്ക്വാഡിലെ ഒരു മെയിൻ ഹെഡാണ്, ഇങ്ങനെയുടെ പേര് ടൈലാഷ്. അങ്ങനെ പറയുന്നുണ്ട് കുറേ വർഷമായിട്ട്
വർഷമായിട്ട് ഡ്രഗ് ഡീൽ ചെയ്യുന്ന ടാഷിയെ പിടിക്കാൻ ഞങ്ങൾ തലകുത്തി നിന്നിട്ട് നടന്നില്ല. അവസാനം നിങ്ങളുടെ ഹെൽപ്പോട് കൂടിയാണ് അത് നടന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഏജന്റായിട്ട് നിങ്ങൾക്ക് കൂടെ ചേരാൻ പറ്റുമോ? എന്നാൽ അനു മറുത്തൊന്നും പറയാതെ നമ്മളെ നോക്കി നിൽക്കുന്നതോടുകൂടി ഈ ഒരു പാർട്ട് ഇവിടെ തീരാണ്. അതായത് ഭാമകലാപത്തിന്റെ ഒരു മൂന്നാമത്തെ പാർട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിലേക്കുള്ള ലീഡ് തന്നുകൊണ്ടാണ് ഈ ഒരു സെക്കൻഡ് പാർട്ട് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ കഥ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ പ്രതീക്ഷ പോലെ അത്യാവശ്യം ടെസ്റ്റുകളൊക്കെ ഉള്ള നല്ല എൻഗേജിംഗ് ആയിരുന്ന ഒരു അടിപൊളി കഥയായിരുന്നില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഈ വീഡിയോക്ക് ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ട്വിസ്റ്റ് മലയാളം എന്ന ചാനൽ പരിചയപ്പെടുത്തുക. മറ്റൊരു അടിപൊളി കഥയിൽ നമുക്ക് നാളെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.